ഹ്യൂമാനിറ്റി ഫൗണ്ടേഷന്റെ മറ്റൊരു വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും വ്യത്യസ്ത ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് ഇന്നത്തെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്താം നിങ്ങൾക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. ഇന്നും അതിലേറെ പ്രാധാന്യം നിറഞ്ഞ എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ നമുക്ക് പ്രയോജനകരമാകുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മുടെ എൻവയോൺമെന്റ് ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ എത്തിയിട്ടുള്ളത്. സോ എവരി ഒബ്സർവേഷൻ കൗണ്ട്സ് സിറ്റിസൺ സയൻസ് ഇൻ എക്കോളജി എന്ന വിഷയമാണ് ഇന്നത്തെ നമ്മുടെ വെബിനാറിന്റെ ആശയം. സോ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ, പ്രകൃതി സംരക്ഷണത്തിൽ സാധാരണക്കാരുടെ നിരീക്ഷണങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് യുവ ശാസ്ത്ര പ്രതിഭയായ ശ്രീ പ്രണവ് ചന്ദ്രബോസ് ആണ്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ BSc ബയോളജി വിദ്യാർത്ഥിയായ അദ്ദേഹം പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന പ്രകൃതി നിരീക്ഷകനാണ്. ശലഭങ്ങൾ, ഉരകങ്ങൾ, സസ്യങ്ങൾ എന്നിവയെ വർഗീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രണവ് നിലവിൽ പുതിയ ജീവിവർഗങ്ങളെ കണ്ടെത്താനുള്ള ഗവേഷണങ്ങളിലാണ്. IUCNന്റെ ഭാഗമായി ICINSAയിലെ സജീവ അംഗമായ അദ്ദേഹം സിറ്റി നേച്ചർ ചാലഞ്ച് കേരള 2025 സംസ്ഥാന ടീമിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ കേരള ബേർഡ്സ് മോണിറ്ററിംഗ് നെറ്റ്വർക്കിന്റെ പ്രധാന ചുമതലക്കാരൻ കൂടിയാണ് പ്രണവ്. ഭൂമിയിലെ പഠനങ്ങൾക്കപ്പുറം പശ്ചിമഘട്ടത്തിലെ പ്രകാശ മലിനീകരണം നിരീക്ഷിക്കാൻ ISROയുമായി സഹകരിച്ച് തയ്യാറാക്കിയ മോഡൽ ലുമിനോസാറ്റ് ഉപഗ്രഹ പദ്ധതിയുടെ പ്രൊജക്ട് ഹെഡ് കൂടിയാണ് അദ്ദേഹം. നിലവിൽ ബാംഗ്ലൂർ GNCASRലെ പ്രശസ്തമായ POBE ഫെലോയാണ് പ്രണവ് ചന്ദ്രബോസ്. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ സെഷനിലേക്ക് ശ്രീ പ്രണവ് ചന്ദ്രബോസിനെ ക്ഷണിക്കുകയാണ്. സ്വാഗതം. ഹലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണ്. സൗണ്ട് ബ്രേക്ക് ആവുന്നില്ലല്ലോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. സോ താങ്ക് യു ഫോർ ദ ഇൻട്രൊഡക്ഷൻ. സോ എൻ്റെ പേര് പ്രണവ്. നമ്മുടെ ഇന്നത്തെ വിഷയം എവറി ഒബ്സർവേഷൻ കൗണ്ട്സ്, സിറ്റിസൺ സയൻസിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ്. സോ ഞാൻ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്ന് വിസിബിൾ ആണെങ്കിൽ ഒന്ന് പറയാം. പ്രസന്റേഷൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, വിസിബിൾ ആണ്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ. സോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം എവരി ഒബ്സർവേഷൻ കൗണ്ട്സ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ. സോ സിറ്റിസൺ സയൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. സോ അതിനു മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഓഡിയൻസിന്റെ ഒരു പാർട്ടിസിപ്പേഷനും കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ സിറ്റിസൺ സയൻസ് എന്ന വാക്ക് അല്ലെങ്കിൽ സിറ്റിസൺ സയൻസ് എന്ന ആശയം അല്ലെങ്കിൽ ആ വാക്ക് കേട്ടുള്ള എത്ര പേരുണ്ട്? അത് കൂടാതെ എത്ര പേര് സിറ്റിസൺ സയന്റിസ്റ്റുകളാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആരെങ്കിലും 2-3 പേര് ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറഞ്ഞാല്, ഇപ്പം സിറ്റിസൺ സയൻസ്, നിങ്ങളുടെ സിറ്റിസൺ സയൻസ് ആയിട്ടുള്ള ബന്ധം, ഇപ്പം ഒന്നും അറിയത്തില്ല, സിറ്റിസൺ സയൻസ് ഒന്ന് കേട്ടിട്ടേ ഇല്ലാത്തവരുണ്ടോ? അതോ സിറ്റിസൺ സയൻസ് ഒന്ന് കേട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഞാനൊരു സിറ്റിസൺ സയന്റിസ്റ്റ് ആണ് എന്ന് പറയാൻ കഴിയുന്നവരുണ്ടോ? അങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ഒരു ഓഡിയൻസ് എന്ന് അറിയാൻ വേണ്ടി 2-3 പേരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാല്. ഹലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ? സിറ്റിസൺ സയൻസ് എന്നുള്ള വേർഡ് കേട്ടു തുടങ്ങിയിട്ടൊരു 10 വർഷത്തിന് മേലെ, 10-15 വർഷത്തിന് മേലെയായി. ചെറിയ രീതിയിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഒരു സിറ്റിസൺ സയന്റിസ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സയന്റിസ്റ്റ് ആണോ ചോദിച്ചാൽ അല്ല. സോ നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോ
എന്താണ് ഒരു ട്രൂ സിറ്റിസൺ സയന്റിസ്റ്റ് ആയിരിക്കുക എന്നുള്ളതിന്റെ എന്താണ് ഒരു സിറ്റിസൺ സയന്റിസ്റ്റ് എന്നുള്ളത് നമ്മൾ ഇനി കാണും. എന്താണ് ശരിക്കും, എന്താണ് സിറ്റിസൺ സയൻസ്, എന്താണ് സിറ്റിസൺ സയൻസിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. സോ അപ്പോ എന്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, അപ്പോ ഒരാൾ പറഞ്ഞു 10 വർഷത്തിന് മേലെയായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു, വളരെ സന്തോഷം. വേറെ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കൂടെ ഇപ്പൊ കൂടിയിരിക്കുന്നതിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ബട്ടർഫ്ലൈനെ അല്ലെങ്കിൽ ഒരു ബേർഡിനെ, ഒരു ജീവിനെ കണ്ടിട്ട് ഇത് കൊള്ളാമല്ലോ എങ്കിലും ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ച് ഫോട്ടോ എടുത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത്, ഇതിപ്പം സിറ്റിയില് എറണാകുളത്തിന്റെ സബർബ്സിലായിട്ട്, അപ്പം ഞങ്ങളൊരു നാച്ചുറൽ ഫാമായിട്ട്, നാച്ചുറൽ അതായത് പെസ്റ്റിസൈഡ്സ് ഒന്നും ഇടാതെ ഒരു പുതിയൊന്ന് കുറച്ച് കാട് പിടിച്ച് വിട്ടേക്കുന്ന ഒരു ചെറിയ പറമ്പ. ഓക്കെ, സോ ഇതില് ഇപ്പൊ ഞാൻ നോക്കുമ്പം എനിക്ക് എണ്ണാൻ പറ്റാത്ത പോലെ അങ്ങ് ജീവനാ. അതായത് സ്ലഗ്സ്, സ്നേൽസ്, പിന്നെ ഡ്രാഗൺ ഫ്ലൈസ്, ബട്ടർഫ്ലൈസ് കുറച്ച് 3 മേ ബി 2-3 ടൈപ്സ് ഐ ക്യാൻ ഡെഫിനറ്റ്ലി. ഡ്രാഗൺ ഫ്ലൈസ് ഒരു 3-4 ടൈപ്സ് ഉണ്ട്. പിന്നെ രാത്രി ഫ്രോഗ്സിന്റെ ശബ്ദം കേൾക്കാം. ഫയർ ഫ്ലൈസ് ഉണ്ട്. സോ ലേഡി ബേർഡ്സ്, ഇത് ഓരോ സമയത്തായിരിക്കും ഓരോരുത്തർ കൂടുതലും നമ്മൾ കാണുന്നത്. സോ എനിക്ക് പിന്നെ അല്ലാതെ മാമേലിയൻ മോണിറ്റർ ലിസേർഡ്സ് എന്ന് വേണ്ട സിൽവേറ്റ് ക്യാറ്റ്സിന്റെ പൂപ്പ് കാണും. സോ നമുക്ക് അങ്ങോട്ട് എനിക്കറിയത്തില്ല, മനസ്സിന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷെ എനിക്കതൊന്ന് ഡോക്യുമെന്റ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അതെങ്ങനെയാന്ന് എനിക്ക് ബയോളജി അല്ല എന്റെ ബാക്ക്ഗ്രൗണ്ട്. സോ ആ ഒരു മനോഭാവത്തോടാ ഞാന് ഈ ഒരു ടോപ്പിക് കയറിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സോ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കും, എങ്ങനെയാണ് അത് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ അത് ഇത്തരത്തിലുള്ള ഒരുപാട് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സൈറ്റിങ്സ്, ഇപ്പൊ മാം പറഞ്ഞതുപോലെ ഒരുപാട് മാം ഒരുപാട് ഇപ്പൊ കാണുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ഇത്ര സ്പീഷീസ് ബട്ടർഫ്ലൈസിനെ കണ്ടു, അല്ലെങ്കിൽ ഇത്ര സ്പീഷീസ് ഫ്രോഗ്സിനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ ഇക്കോസിസ്റ്റത്തിന്റെ ഒരു വാല്യൂ ശരിക്കും അത് കൺവേ ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ അത് എങ്ങനെയാണ് ക്വാണ്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇപ്പൊ സ്പീഷീസ് എന്താണ്, ജീനസ് എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾ പോലും എങ്ങനെ നമുക്ക് ഈ ഇത്തരത്തിൽ, അതായത് ഇത് ഇന്ന സ്പീഷീസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ എന്റെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന മൂന്ന് ഇപ്പൊ ആദ്യത്തേത് ഒരു മഷ്റൂം ആണ്, രണ്ടാമത്തേത് ഒരു ഫ്ലവർ ആണ്, മൂന്നാമത്തേത് ഒരു തുമ്പിയാണ്. സോ ഇത് ഞാൻ എങ്ങനെയാണ് ഇതിന്റെ ഐഡിയ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അതും സിറ്റിസൺ സയൻസിൽ കൂടെയാണ്. സോ ബേസിക്കലി ഇപ്പൊ മാം പറഞ്ഞതുപോലെ മാം ഒരുപാട് ബട്ടർഫ്ലൈസിനെ, ഒരുപാട് ഓർഗാനിസംസിനെയും കാണുന്നു. അത് തീർച്ചയായിട്ടും അത് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ അറിയുക എന്നുള്ളതും നമ്മുടെ ഒരു താല്പര്യമായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിൽ താല്പര്യം ഉള്ളവർക്ക് അവരുടെ താല്പര്യം വളർത്താൻ കൂടി മാത്രമല്ല, അതിലൂടെ സയൻസിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബലി സയൻസിന്റെ ഡാറ്റാബേസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൂടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ ഒരു ആശയമാണ്, ഒരു സയൻസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മൾ ബേസിക്കലി സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി സയൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ഇപ്പൊ ലാബില് ഓട്ടിട്ട് നിൽക്കുന്ന ഒരു സയന്റിസ്റ്റും, അല്ലെങ്കിൽ അവര് ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ ബയോടെക്നോളജി അല്ലെങ്കിൽ ലാബ് വർക്ക് അത്തരത്തിൽ, അല്ലെങ്കിൽ വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ സംസാരിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ഇമേജസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. സയൻസ് നോക്കുമ്പോൾ കെമിസ്ട്രി, മോളിക്യൂൾസ്, ടെക്സ്റ്റ് ബുക്സ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ സയൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു ഫാക്ടറാണ്. സോ സയൻസ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻ ലബോറട്ടറീസ് ആൻഡ് ഓൾ. നമുക്ക് ചുറ്റും, നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാത്തിനെയും സയന്റിഫിക്കലി കാണാൻ സാധിക്കും, നമുക്ക് അല്ലാതെയും കാണാൻ സാധിക്കും. സോ സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരുപാട് നാൾ ഈ സയന്റിസ്റ്റുകളുടെയും അക്കാഡമിക്സിന്റെയും ഒരു മേഖലയായി മാത്രം നിന്നിരുന്ന ശാസ്ത്രം, അല്ലെങ്കിൽ അക്കാഡമിക്സ്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഗവേഷണം, റീസെർച്ച് എന്ന് പറയുന്നത് സയന്റിസ്റ്റുകളിൽ നിന്ന് മാറി പബ്ലിക്കിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യമാണ് സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത്. സോ
സിറ്റിസൺ സയൻസ് ഇസ് ബേസിക്കലി സയൻസ് കമ്മിങ് ഔട്ട് ടു സിറ്റിസൺസ്. പക്ഷെ അതിന് മറ്റൊരു ഇംപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. സിറ്റിസൺസ് കൂടെ സയൻസിൽ പാർട്ട് ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്ന വെച്ചാൽ സിറ്റിസൺസിലും ഒരു സയന്റിഫിക് മൈൻഡ് സെറ്റും ഒരു സയന്റിഫിക് ഔട്ട്ലുക്കും ഉണ്ടാവും. അങ്ങനെ സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് വളരാനും അത് സൊസൈറ്റിയിലേക്ക് എത്താനും ഒക്കെ സിറ്റിസൺ സയൻസ് സഹായിക്കും. സോ ഇറ്റ്സ് ലൈക്ക് എ 2-way ബ്രിഡ്ജ്. ശാസ്ത്രത്തിലേക്ക് സിറ്റിസൺ, ഇവിടെ സിറ്റിസൺ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് അതുകൂടെ പറയാലോ. എന്താണ് സിറ്റിസൺ സയൻസിലെ സിറ്റിസൺ ആരാണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി എനി പേഴ്സൺ. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണെങ്കിലോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിലോ എന്ത് ഏത് മനുഷ്യനും ആർക്കും ശാസ്ത്രത്തിന്റെ അറിവ് ഉൽപാദനത്തിൽ, അതായത് നോളജ് ക്രിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ സാധിക്കും. ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അതിന്റെ ഏറ്റവും വലിയ ഫാക്ടർ. സോ എന്താണ് സിറ്റിസൺ സയൻസിന്റെ ഒരു ജസ്റ്റ് എന്ന് പറഞ്ഞാല്, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രജ്ഞരിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സയന്റിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. അതായത് അവർ ചിലപ്പോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് ഫണ്ടിങ്സ് ഉണ്ടായിരിക്കും, ഫണ്ടിങ്സ് ഇല്ലാത്തവരുണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. അപ്പൊ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഏതെങ്കിലും ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാപനവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവര്, സയൻസ് അവരുടെ പ്രധാന വരുമാന മാർഗമായിട്ടുള്ളവര്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഭാഗവും സയൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നവരെ നമ്മൾ സയന്റിസ്റ്റുകൾ എന്ന് വിളിക്കാറുണ്ട്. ആ അർത്ഥത്തിൽ സയന്റിസ്റ്റുകൾ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അക്കാഡമിക്സിനെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞാനത്തെ അല്ലെങ്കിൽ ശാസ്ത്രത്തെ സിറ്റിസൺസിലേക്ക് എത്തിക്കുന്ന ഒരു പൗരന്മാരിലേക്ക് എത്തിക്കുന്ന ഒരു ആശയമാണ്, ഒരു മൂവ്മെന്റ് ആണ് സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത്. സിറ്റിസൺ സയൻസിന് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ സിറ്റിസൺസിന് മാത്രമല്ല, സയൻസിനാണ് ശരിക്കും സിറ്റിസൺ സയൻസ് കൊണ്ട് ഏറ്റവും ഗുണമുണ്ട്. അതാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. സോ എവരി ഒബ്സർവേഷൻ കൗണ്ട്സ് എന്ന് പറയാൻ കാരണം നമ്മുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് സയൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഇക്കോളജി, ഞാൻ ബേസിക്കലി ഇന്ന് സംസാരിക്കുന്നത് ഇക്കോളജിയെ കുറിച്ചാണ്. സോ നമ്മുടെ സിറ്റിസൺ സയൻസ് ഇക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എന്ന വിഷയങ്ങളിൽ മാത്രമല്ല ശരിക്കും ഉള്ളത്, പല വിഷയങ്ങൾ. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിരുന്ന ഇല്ലസ്ട്രേഷൻ കണ്ടാല് അതിൽ നമുക്ക് ഒരുപാട് ഏരിയസ് അതിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഒന്നാമത്തേത് ആസ്ട്രോ, അതായത് ശരിക്കും സിറ്റിസൺ സയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു അസ്ട്രോണോമിക്കൽ ഒബ്സർവേഷൻസ് ക്രൗഡ് സോഴ്സ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അമേരിക്കയിലാണ് ബേസിക്കലി സിറ്റിസൺ സയൻസിന്റെ ഒരു പ്രിക്കേഴ്സർ എന്ന് പറയാവുന്ന രീതിയിൽ അവിടുത്തെ ഒരു ആസ്ട്രോണോമിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ ബേസിക്കലി ഈ അമേരിക്കയിലുള്ള USA ഒരുപാട് ഒബ്സർവേഴ്സിനെ അവരെ ട്രെയിൻ ചെയ്തിട്ട് ഒരുപാട് ആസ്ട്രോണോമിക്കൽ ഒബ്സർവേഷൻസ് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാക്കി. സോ അവിടെ വെച്ചാണ് ശരിക്കും ബേസിക്കലി സിറ്റിസൺ സയൻസ് തുടങ്ങുന്നത്. പിന്നെയാണ് നമ്മൾ വേറെ ഒരുപാട് മേഖലകളിലേക്ക്, മെയിൻലി ഇപ്പോൾ സിറ്റിസൺ സയൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിസീസ് മോഡലിംഗ്, പിന്നെ എൻവയോൺമെന്റൽ ബയോഡൈവേഴ്സിറ്റി ഡാറ്റ കളക്ഷൻ, അങ്ങനെയുള്ള മേഖലകളാണ് ഏറ്റവും കൂടുതലായിട്ട് സിറ്റിസൺ സയൻസ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ഇന്നത്തെ ടോക്ക് ബേസിക്കലി സിറ്റിസൺ സയൻസ് ഇക്കോളജി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസിൽ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ സിറ്റിസൺ സയൻസിന്റെ ഗുണം എന്താണെന്ന്, ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരുപാട് ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോ ഒരു സയന്റിസ്റ്റിന് ഒരു ബേർഡിന്റെ മൈഗ്രേഷൻ സ്റ്റഡി ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് വിചാരിക്കുകയാണ് എനിക്ക് ഇന്ന ഒരു സ്പീഷീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണ്, ലോകത്ത് എവിടെയൊക്കെയാണ് ഈ പ്രത്യേക ഇനം ജീവി കാണപ്പെടുന്നതെന്ന് അറിയണം എന്ന് ഉണ്ടെങ്കിൽ ആ സയന്റിസ്റ്റിന് ഒന്നെങ്കിൽ ആ വ്യക്തി നേരിട്ട് ചെന്ന് എല്ലാ സ്ഥലങ്ങളും പോയി സർവേ ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് മനുഷ്യന് സാധ്യമായിട്ടുള്ള കാര്യമല്ല. രണ്ടാമത്തെ, സിറ്റിസൺ സയൻസ് എനേബിൾ ചെയ്യുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒബ്സർവേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ അവര് റിപ്പോർട്ട് ചെയ്യുന്ന, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സൈറ്റിങ്സ് ആയിട്ടോ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡാറ്റ കിട്ടും. അതായത് ഇപ്പോ ആ സയന്റിസ്റ്റിന് അറിയണം തിരുവനന്തപുരത്ത് ഇതുണ്ടോ, അപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഞാൻ ഇതിനെ ചുറ്റും ഇവിടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു സൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ ഞാൻ ഏതെങ്കിലും ഒരു ഡാറ്റാ ബേസിലേക്ക്, ഏതെങ്കിലും ഒരു സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും
ഓക്കെ ഈ സ്പീഷീസിനെ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളത് ഡാറ്റാബേസിലേക്ക് കയറും. സോ ദിസ് ഇസ് ദ most important advantage of citizen science, that it provides large quantity of data in really short time. So ഇപ്പൊ നമുക്ക് ഒരു സ്പീഷീസിനെ കാണണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ ഹ്യൂജ് ഡാറ്റ സെറ്റിൽ നിന്ന് ഒരു ഫിൽട്ടർ അപ്ലൈ ചെയ്ത് ആ സ്പീഷീസുകളുടെ ഒബ്സർവേഷൻസ് മാത്രം എടുക്കാൻ സാധിക്കും. സോ ഞാൻ ബേസിക്കലി അതിലേക്കാണ് വരുന്നത്. സോ ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് കാർട്ടൂൺ ടു ഇല്ലസ്ട്രേറ്റ് വാട്ട് ഇസ് സിറ്റിസൺ സയൻസ്. സിറ്റിസൺ സയൻസിന്റെ എന്താണ് സിറ്റിസൺ സയൻസ് എന്ന് കാണിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർട്ടൂണാണ്. അപ്പൊ ഒരു സയന്റിസ്റ്റ് കഷ്ടപ്പെടുകയാണ് ഒരു ഇതെത്താൻ വേണ്ടി, തുഴയാൻ വേണ്ടി, സയൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സയന്റിസ്റ്റ് കഷ്ടപ്പെടുമ്പോൾ സിറ്റിസൺസ് അപ്പുറത്ത് നിന്ന് ചോദിക്കുകയാണ് ഒരു കൈ സഹായം വേണോ, അതായത് നമ്മളും കൂടെ പങ്കു ചേർന്നോട്ടെ എന്ന്, നമ്മളോട് പങ്കാളികളായി നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ എന്ന് പറയുന്ന ഒരു ഹെൽപ്പിംഗ് ഔട്ട് ആണ്. സയൻസ് ഇസ് കമ്മിങ് ടു സിറ്റിസൺസ് ആൻഡ് സിറ്റിസൺസ് ഇസ് കമ്മിങ് ടു സയൻസ് ആസ് വെൽ. സോ ഇറ്റ്സ് ലൈക്ക് എ two-way bridge. സോ സിറ്റിസൺ സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് അറിവിന്റെ ഒരു ജനാധിപത്യവൽക്കരണം. സോ ഈ അറിവിന്റെ ഉൽപാദനം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് ശരിക്കും വളരെ പൊളിറ്റിക്കൽ പവറുള്ള ഒരു ടൂളാണ് എന്നറിയാമല്ലോ. സോ എപ്പോഴും അറിവ് കൈയടക്കി വെച്ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അറിവിന്റെ ഒരു ആധിപത്യം ഉള്ളവർക്കാണ് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ പവർ കൂടി ഉള്ളത്. അത് നമുക്ക് ലോകമെമ്പാടും നോക്കിയാൽ കാണാൻ സാധിക്കും. സോ ഈ സയന്റിഫിക് നോളേജ് അല്ലെങ്കിൽ ശാസ്ത്രീയമായ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ജനാധിപത്യവൽക്കരണത്തിന്റെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. സോ സിറ്റിസൺ സയൻസ് വഴി സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ശാസ്ത്രീയമായ അറിവുകൾ എത്തുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് നമുക്ക് സിറ്റിസൺ സയൻസിന്റെ ഒരിക്കലും തള്ളിക്കളയാനാവാത്ത ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോ ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തുന്നു. അപ്പം സിറ്റിസൺ സയൻസിന് കേവലം ശാസ്ത്രീയമായ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ മേഖലയിൽ മാത്രമല്ല ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. ശരിക്കും സോഷ്യോളജിക്കലിയും നമ്മുടെ പൊളിറ്റിക്കലിയും നോക്കുകയാണെങ്കിൽ സിറ്റിസൺ സയൻസ് ഇസ് എ പാർട്ട് ഓഫ് എ ഹ്യൂജ് പ്രോസസ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ ഓഫ് നോളജ്. സോ ഇത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേര് സ്റ്റഡി ചെയ്തിട്ടുള്ള കാര്യമാണ്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ തിങ്ക് IIT ബോംബെയിലാണ് പങ്കജ് സെക്സാരിയ എന്ന് പറയുന്ന ഒരു റിസർച്ചർ ഉണ്ട്. പങ്കജ് സെക്സാരിയ ആക്ച്വലി സിറ്റിസൺ സയൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് സിറ്റിസൺ സയൻസ് ഇന്ത്യയിലെ എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ സിറ്റിസൺ സയൻസ് ഇസ് ലൈക്ക് എ ഹോട്ട് ടോപ്പ്. അത് ഇപ്പോഴും ലോകമെമ്പാടും ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. എസ്പെഷ്യലി 2010 ശേഷം സിറ്റിസൺ സയൻസ് അഭൂതപൂർവമായ ഒരു വളർച്ചയിലേക്കാണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം ഈ അവൈലബിലിറ്റി ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. സോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഡാറ്റ ശേഖരിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് കണക്ടിവിറ്റി ആണ്, അല്ലേ? അപ്പം ഈ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഒരു ഗ്ലോബൽ സ്റ്റേജിലേക്ക് നമ്മൾ കണക്ട് ആവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം. എങ്കിലേ ഞാൻ കണ്ട സാധനം, അതായത് ഇവിടെ ഉണ്ട് എന്ന് ലോകത്തോട് പറയണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ അതുപോലെ ഇന്റർനെറ്റ് സാധ്യമാക്കുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ഈ കണക്ടിവിറ്റിയാണ്. സോ ആ കണക്ടിവിറ്റി ശരിക്കും സിറ്റിസൺ സയൻസിനെ ഹെൽപ്പ് ചെയ്തത് വളരെ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ശരിക്കും സിറ്റിസൺ സയൻസിൽ ഈ കണക്ടിവിറ്റി ആണ് ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏത് റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് പോലും നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഒബ്സർവേഷൻസ് ആണെങ്കിലും എല്ലാം ഇന്റർനെറ്റ് വഴി സാധ്യമാവുന്നു എന്നുള്ളതാണ് സിറ്റിസൺ സയൻസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻഷ്യൽ ആണ്. അതായത് ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ സ്ഥിരം പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പം സ്ഥിരം ഞാൻ പറയുന്ന ഒരു എക്സാമ്പിള്, ഇപ്പോ പലരും പറയുന്നത് ഈ സ്പീഷീസിന്റെ പേരുകളെ കുറിച്ച്. നമ്മളിപ്പം എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്പീഷീസിനെ കാണുമ്പോൾ അത് ഇന്ന സ്പീഷീസ് ആണെന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ എപ്പോഴും ചോദിക്കും, എങ്ങനെയാണ് നിനക്കത് ഓർമ്മ നിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്പീഷീസ് ഇന്നതാണ്, ഈ പേരൊക്കെ. കാര്യം അറിയുമെന്ന് അറിയില്ല, സ്പീഷീസ് നെയിംസിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്പീഷീസ് നെയിമുകൾ സാധാരണഗതിയിൽ ലാറ്റിനിലാണ് പേരിടാറ് സ്പീഷീസുകൾക്ക്. ഇപ്പം നമുക്കെല്ലാം നമ്മുടെ ചുറ്റുമുള്ള ജീവികൾക്ക് നമ്മുടെ ഭാഷയിൽ പേരുകൾ ഉണ്ടാവും. അതിന് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പേരും ഉണ്ടാവും. അതാണ് അതിന്റെ സയന്റിഫിക് നെയിം, അല്ലെങ്കിൽ നമ്മൾ ബൈനോമിയൽ നെയിം എന്ന് പറയുന്നത്. സോ ബൈനോമിയൽ നെയിം വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളതാണ്.
എന്താണ് ബൈനോമിയൽ നെയിമിന്റെ ആവശ്യകത എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു മരം കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ അരയാലെന്ന് വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആലെന്ന് വിളിക്കുന്നുണ്ടാവും, പല പേരുകൾ വിളിക്കുന്നുണ്ടാവും. പക്ഷെ അത് യൂണിവേഴ്സൽ അല്ല. അത് ലോകത്തുള്ള വേറൊരാൾക്ക് ഇത് അരയാലാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അരയാൽ എന്ന് പറഞ്ഞാൽ ആ മരമായിരിക്കില്ല അവരുടെ മനസ്സിൽ വരുന്നത്. അവർക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞു പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അതിന് വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കുകയാണ്, ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ആ പേര് യൂണിവേഴ്സലായി നിലനിൽക്കുകയും ലോകമെമ്പാടും അതിന് ആ വസ്തുവുമായിട്ടൊരു ബന്ധം, അല്ലെ, ആ ഒരു ബന്ധം നിലനിൽക്കുകയും ആ പേര് ആ വസ്തുവിനെ കുറിക്കാൻ എവിടെ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ആ പേര് ആ വസ്തുവിനെ തന്നെ കുറിക്കുകയും ചെയ്യും. സോ ഇതാണ് ബേസിക്കലി സയന്റിഫിക് നെയിംസിന്റെ ഒരു പ്രത്യേകത. സോ എന്തുകൊണ്ടാണ് സയന്റിഫിക് നെയിമിന് ലാറ്റിൻ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ, ലാറ്റിൻ ആണ് പലപ്പോഴും സയന്റിഫിക് ടെർമിനോളജീസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ലാറ്റിൻ ഒരു ഡെഡ് ലാംഗ്വേജ് ആണ് എന്നാണ് പറയുന്നത്. കാര്യം ലാറ്റിൻ ഇപ്പോൾ ആരും സംസാരിക്കാത്ത ഭാഷയാണ്. അതുകൊണ്ട് അതിലെ വാക്കുകൾക്ക് അർത്ഥം മാറും എന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം ഒരു വാക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇന്നതിനെ കുറിക്കാൻ ലാറ്റിനിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 100 വർഷം കഴിഞ്ഞാലും 200 വർഷം കഴിഞ്ഞാലും ആ വാക്കിന്റെ അർത്ഥം മാറില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ശരിക്കും ലാറ്റിനെ നമ്മൾ സയന്റിഫിക് നെയിംസിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ജസ്റ്റിഫിക്കേഷൻ. സോ എന്തായാലും ലാറ്റിനാണ് നമ്മൾ മെയിൻലി സയന്റിഫിക് നെയിംസിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആളുകൾ ചോദിക്കും എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ പേര് ഓർമ്മ വരുന്നത്? ചിലപ്പോൾ ഫൈക്കസ് ബംഗാളൻസിസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര അന്യമായിട്ടുള്ള വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു പേരായിരിക്കും. അത് ഓർത്തിരിക്കാൻ പാടായിരിക്കും, ശരിയായിരിക്കും. പക്ഷെ എങ്ങനെയാണ് അത് ഓർത്തിരിക്കാന്ന് വെച്ചാല്, അറിവ് നമ്മൾ നേടുന്നതിന് പല തലങ്ങളുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചാൽ അറിവ് കിട്ടും, അല്ലെങ്കിൽ അറിവ് അനുഭവിക്കാനും സാധിക്കും. അറിവിന് ആനുഭാവികമായ ഒരു തലമുണ്ട്. സോ എന്താണ് സിറ്റിസൺ സയൻസ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു വെച്ചാല്, ഞാൻ പറയുന്നത് അതിന് വളരെ ആനുഭാവികമായ ഒരു തലം കൂടെ, വളരെ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഫിയറും കൂടെ ഉണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അങ്ങനെ നമ്മൾ അങ്ങനെ അനുഭവിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അറിവ് അറിയുമ്പോൾ അത് നമ്മൾ മറക്കാതിരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇപ്പോ നമുക്ക് നമ്മുടെ ചുറ്റും ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാവും, നമുക്ക് അറിയാവുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, അല്ലെ? അപ്പം ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫാമിലി കാണുന്നുണ്ട്, അവരുടെ എല്ലാവരുടെയും പേരറിയാം, അവരുടെ ബന്ധവും നമുക്കറിയാം. പക്ഷെ നമ്മൾ ഈ ബന്ധുക്കളുടെ പേരുകൾ എടുത്ത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇത് ഇന്ന ആളാണ്, ഇത് ഇന്ന ബന്ധമാണ്, നമ്മുടെ ഇന്ന ബന്ധുവാണ്, ബന്ധം ഇന്നതാണ്. അങ്ങനെ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. ആ ലിസ്റ്റ് എടുത്ത് നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ട് പറയണം, നീ ഇതെല്ലാം പഠിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു. ആ കോസ്റ്റിംഗ് ആയിരിക്കും. കാര്യം എന്താണ് അവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ, നമുക്ക് പക്ഷെ അവരെ പറ്റി കൃത്യമായിട്ട് പറയാം. അവരെ പറ്റി എന്ത് കാര്യം ചോദിച്ചാലും നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. പക്ഷെ മറ്റൊരു വ്യക്തിക്ക് അത് തീർച്ചയായിട്ടും പറയാൻ സാധിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, അതെല്ലാം ഇൻഫർമേഷൻസ് ആണ്. ഈ പറയുന്നതെല്ലാം ഇൻഫർമേഷൻസ് ആണ്. ആ വ്യക്തിയുടെ പേരാണ്, ആ വ്യക്തി എവിടെ നിന്നാണ് വരുന്നത്, ആ വ്യക്തിയുടെ ബന്ധം എന്താണ്, ഇതെല്ലാം ഇൻഫർമേഷൻസ് തന്നെയാണ്. പക്ഷെ ആ ഇൻഫർമേഷൻസിന് നമ്മുടെ അനുഭവതലവുമായിട്ടൊരു ബന്ധമുണ്ട്. നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമായി മാറുമ്പോഴാണ് അത് ശരിക്കും നമ്മൾ ഓർമ്മിച്ച് നിൽക്കുന്നത്. അല്ലാതെ കേവലമായിട്ട് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പേര് ഇന്നതാണ്, ബന്ധം ഇന്നതാണ് എന്നൊരു ലിസ്റ്റ് എഴുതി കൊടുത്താൽ അത് കേവലമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അത് നിങ്ങളുടെ അനുഭവതലവുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാക്കുന്നില്ല. സോ സിറ്റിസൺ സയൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് ശാസ്ത്രീയ ജ്ഞാനം. ഇപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി, ഈ മേഖലകളിലെ ശാസ്ത്രീയ ജ്ഞാനം ശരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നത് നമുക്ക് സിറ്റിസൺ സയൻസിന്റെ ഒരു പ്രധാന പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മള് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട്, ഞാൻ സ്ട്രിക്ട്ലി പ്രകൃതിയുടെ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ബയോഡൈവേഴ്സിറ്റി ഡാറ്റയുടെ കാര്യത്തിലാണ് പറയുന്നത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴും നമ്മൾ കാണുന്ന കാര്യം എല്ലാം നമ്മുടെ അനുഭവമായിട്ട് മാറുകയും അനുഭവത്തിന് തീർച്ചയായിട്ടും ഒരു മൂല്യം അല്ലെങ്കിൽ ആ അറിവ് എന്ന് പറയുന്നത് ഉണ്ടാവുകയും ചെയ്യും. സോ പിന്നെ എസ്തെറ്റിക്സ്, തീർച്ചയായിട്ടും നമ്മൾ അനുഭവം അത് സൗന്ദര്യാത്മകമാവും. എങ്ങനെയാണ് അപ്പം നമ്മൾ വളരെ
കാഷ്വൽ, വളരെ ദൈനംദിനം നമ്മൾ നിരന്തരം കാണുന്ന ജീവികളിൽ പോലും ചിലപ്പോൾ ഭയങ്കര സൗന്ദര്യം, കാര്യം ആ അറിവ് ആണ് അതിന്റെ സൗന്ദര്യം. അതിന്റെ ഒരുപാട് മാറ്റങ്ങൾ. ഈ ചെടി എത്ര പേർക്കറിയാം? ഇത് എന്താണ്? എന്തെങ്കിലും ഒരു ഐഡിയ? ഹലോ, ഇത് കാണുമ്പോ എന്തുപോലെ ഇരിക്കുന്നു എന്നെങ്കിലും പറഞ്ഞാൽ മതി. അല്ലെ, ഇത് കാണാൻ എന്തുപോലെ ഉണ്ട്? ഹലോ, ആ, ഒരു ക്ലൂ തരാമോ സാർ? മെഡിസിനൽ പ്ലാന്റ് വല്ലോ? മെഡിസിനൽ പ്ലാന്റ് ആണ്, പക്ഷേ ഇത് ഓടൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഓടൽ, കറുത്ത ഓടൽ. ഓടപ്പഴത്തില്ലേ? ഓടൽ വള്ളി. ഓടൽ, ഓടൽ, അത് തന്നെ. അത് വള്ളിച്ചെടിയാണല്ലോ. അതെ അതെ, വള്ളിച്ചെടിയാണ്. അത് എനിക്കുണ്ട്, ഓടപ്പഴം. ഓടൽ. അപ്പം ഇതിന്റെ പേര് കറുത്ത ഓടൽ എന്നാണ്. ഓക്കെ. അപ്പൊ സാധാരണ അതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് ഏതെങ്കിലും എല്ലാ ചെടിയും പോലത്തെ ഒരു ചെടി മാത്രമാണ് ശരിക്കും. ഇതിന്റെ ശാസ്ത്രീയ നാമം നീറ്റം എഡ്യൂൾ എന്നാണ്. സോ എല്ലാ ചെടികളെയും പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ ഇന്ന് ചുറ്റും കാണുന്ന എല്ലാ ചെടികളെക്കാളും വളരെ പഴയ ഒരു വംശത്തിൽ നിന്ന് ഇന്ന് സർവൈവ് ചെയ്യുന്ന, ഇന്ന് ജീവിക്കുന്ന ആ വംശപരമ്പരയിൽപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. അതായത് ഈ ചെടി ശരിക്കും ജുറാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചെടിയാണ്. അതായത് ജുറാസിക് പാർക്ക് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ജുറാസിക് കാലഘട്ടം എന്ന് പറയുന്നത് ഡൈനോസറുകളുടെ കാലഘട്ടമാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ഉത്ഭവിച്ച ചെടിയാണ്. അന്ന് തൊട്ട് ഭൂമിയിൽ ഉണ്ടായിരുന്ന ചെടിയാണ്. ഇതിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇപ്പോഴുള്ളത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പടങ്ങളാണല്ലേ. പടം ബി ഭൂമിയിൽ കാണുന്ന ചെടിയാണ് വെൽവെറ്റിയ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പം കേൾക്കാം, പക്ഷെ ഇടയ്ക്ക് പറഞ്ഞത് കേട്ടില്ല. ഓക്കെ ഓക്കെ. സോ ഇത് ജുറാസിക് പാർക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പൊ ജുറാസിക് കാലഘട്ടത്തിലും ട്രയാസിക് കാലഘട്ടത്തിലും ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഡൈനോസേഴ്സിനെ കുറിച്ചാണ്. ഡൈനോസേഴ്സ് ആണ് ബേസിക്കലി അന്ന് ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു ജീവി വർഗം. സോ ഈ ജുറാസിക് കാലഘട്ടത്തിൽ ഉത്ഭവിച്ച ഒരു വംശമാണ് ശരി ഈ ചെടിയുടേത്. പിന്നീട് ഭൂമിയുടെ പ്രായം പിന്നെയും വർദ്ധിച്ച് വന്ന സമയത്ത് ബന്ധുക്കളെല്ലാം എക്സ്റ്റിങ്ക്റ്റ് ആയി, വംശനാശം സംഭവിച്ചു പോവുകയും ഈ ഒരു ലീനേജ് മാത്രം, ഈ ഒരു വംശ പരമ്പര മാത്രം സർവൈവ് ചെയ്ത് ശരിക്കും എന്ന് പറയുന്ന ചെടി. അപ്പൊ ഇതിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ശരിക്കും ഉള്ളത് നമീബിയയിലും, പിന്നെ അടുത്ത ബന്ധുക്കൾ ഉള്ളത് യൂറോപ്പ്. വളരെ സാധാരണ ഇതിൽ നമ്മൾ സാർ ഇടയ്ക്ക് വോയിസ് കട്ടാവുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ.
ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ശരിയായോ? ഓഡിയബിൾ ആണ്, ഓഡിയബിൾ ആണ്. അബ്ദുൽ ലത്തീഫ് സാർ പ്ലീസ് മ്യൂട്ട്. സാറിന്റെ വീഡിയോ ക്യാം ഓൺ ആണ്. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ലീവായിട്ട് ഒന്നുകൂടെ റീജോയിൻ ചെയ്യാം. ഹലോ, ഇപ്പൊ ഓഡിബിൾ ആണോ? അതെ അതെ, തുടർന്നോളൂ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് ഏതുവരെ കേട്ടു എന്ന് എനിക്കൊരു ധാരണയില്ല. ആരെങ്കിലും ഒന്ന് പറയൂ എവിടെ വരെ കേൾക്കാൻ പറ്റി എന്നുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. നീറ്റ് അടിയുള്ള അത് നമീബിയ, എന്റെ റിലേറ്റീവ്സ് ഒക്കെ കിടന്ന് നമീബിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ആണെന്നാണ് പറഞ്ഞത്. അവിടെ വരെ കേട്ടു. അപ്പോ ഇതിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമീബിയ, ആ രാജ്യങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഇത് ഒരു കാലത്ത് ഭൂമിയിൽ വളരെ സാധാരണമായ ഒരുപാടായി കണ്ടുവന്നിരുന്ന ചെടിയാണ്. പിന്നീട് ഭൂമിയുടെ ഒരുപാട് ജിയോളജിക്കൽ ഈവൻസ് കാരണം ഇതിന്റെ ഒരുപാട് ബന്ധുക്കളെല്ലാം നശിച്ചു പോയതിനു ശേഷം സർവൈവ് ചെയ്ത അവസാനത്തെ ചില വംശപരമ്പരകളിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ ചെടി. പക്ഷെ നമ്മൾ സാധാരണ കാണുമ്പോൾ ഏതൊരു ചെടിയും പോലെ ഇരിക്കുന്ന ഒരു ചെടിയാണെങ്കിലും ഈ അറിവ് ആണ് ശരിക്കും ആ അറിവ് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ശരിക്കും നമ്മൾ ഓരോ ഒബ്സർവേഷനെയും നമ്മൾ സയൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ ഒബ്സർവേഷനും ശാസ്ത്രത്തിന്റെ ഡാറ്റാബേസിലേക്ക് അല്ലെങ്കിൽ ശാസ്ത്രത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാം. സോ അതിനു മുമ്പ് ഞാൻ ചില സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് പറയാം. ഒന്നാമത്തേത് ഇബേർഡിനെ കുറിച്ച് കേട്ടിട്ടുള്ളവര് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരൊക്കെ കേട്ടിട്ടുണ്ട് ഇബേർഡിനെ കുറിച്ച് എന്ന് അറിഞ്ഞാൽ ഇബേർഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ? ഹലോ, ഞാൻ ബേർഡ് വാച്ചിങ് ചെയ്യുന്നുണ്ട്. ഈ ബേർഡ് ലിസ്റ്റ് ചെയ്യാറുണ്ട്. ഇബേർഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇബേർഡ് ശരിക്കും ലോകത്തിലെ തന്നെ ഇബേർഡ് ശരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോം ആണ്. ബയോഡൈവേഴ്സിറ്റി മേഖലയിൽ സിറ്റിസൺ സയൻസിൽ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണ് ഇബേർഡ്. ഈ ഇബേർഡും ആയിട്ട് ചേർന്നാണ് വളരെ ഓർഗനൈസ്ഡ്
ആണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അറ്റ്ലസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്, പോർട്ടലുണ്ട്. പ്രോജക്ട് നോവ എന്ന് പറയുന്ന പോർട്ടലിൽ ബേസിക്കലി അമേരിക്ക, USA, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക അവിടെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഗ്ലോബലി സംസാരിക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സിറ്റി പ്ലാറ്റ്ഫോംസ് ആണ്. ഒന്ന് eBird-ഉം രണ്ടാമത്തെ iNaturalist-ഉം. സോ ഈ iNaturalist-ന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബേസിക് പറഞ്ഞേക്കൊള്ളാം. ആരെങ്കിലും ഇതിനു മുമ്പേ iNaturalist എന്നുള്ള ഇതിനെ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. സോ iNaturalist ബേസിക്കലി നമുക്ക് ചെയ്യാവുന്ന എന്താന്ന് വെച്ചാല്, നമുക്ക് നമ്മൾ എടുക്കുന്ന പടങ്ങളുണ്ടല്ലോ, ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ഇപ്പം പടം നമ്മൾ കാണുന്ന ജീവികളുടെ ഒരു പടമോ അല്ലെങ്കിൽ ഓഡിയോയോ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഓഡിയോയോ അല്ലെങ്കിൽ അതിന്റെ എടുക്കാം, ക്യാമറയിലും എടുക്കാം. സോ വളരെ തുച്ഛമായിട്ടുള്ള എക്വിപ്മെന്റ്സ് ആണ് ശരിക്കും നമ്മൾ സിറ്റിസൺ സയൻസ് അല്ലെങ്കിൽ ഒരുപാട് ജീവികളെ കാണുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങനെ പഠിക്കണം, അപ്ഡേറ്റ് ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞില്ല. വളരെ സിമ്പിൾ ആയിട്ട് iNaturalist എന്ന ടൂൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി iNaturalist നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ഈ ജീവികളുടെ ജീവൻ ഉള്ളതോ ഉണ്ടായിരുന്നതോ ആയ ഏതെങ്കിലും ഒരു ജീവിയുടെ ചിത്രം, ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡിംഗ്. ഇപ്പം ബേർഡ്സ് ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ക്രിക്കറ്റ്സ് അല്ലെങ്കിൽ ചീവീടുകൾ എല്ലാം ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ചിത്രങ്ങളായിട്ടോ നമുക്ക് അതിലേക്ക് ഒബ്സർവേഷൻസ്, അലത്തു നിന്നാണ് ഒബ്സർവേഷൻ എടുത്തത്, ലൊക്കേഷൻ എടുത്തത് എന്നുള്ള ഡാറ്റ അതിൽ കൊടുക്കുന്ന, ഏത് സമയത്താണ്, ഏത് ഡേറ്റിലാണ്, ഡേറ്റ്, സമയം, ലൊക്കേഷൻ, ഈ 3 കാര്യവും പിന്നെ എവിഡൻസ്, അതായത് ഫോട്ടോ അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ ഫോട്ടോ, ഏതെങ്കിലും ഒരു എന്താണ് മീഡിയ, ഏതെങ്കിലും ഒരു മീഡിയയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒബ്സർവേഷനായി. അപ്പം ശരിക്കും ഒബ്സർവേഷന്റെ ക്വാളിറ്റി ബേസിക്കലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ 4 ഫാക്ടേഴ്സ് ആണ്. ഒന്നാമത്തേത് മീഡിയ, രണ്ടാമത്തേത് സമയം, മൂന്നാമത്തേത് ഡേറ്റ്, നാലാമത്തേത് ലൊക്കേഷൻ. അപ്പൊ ഈ 4 കാര്യം ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ iNaturalist വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിലെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമുക്കിപ്പം ആ ബേർഡിനെ അല്ലെങ്കിൽ നമ്മളൊരു ബേർഡിനെ കണ്ടു അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈനെ കണ്ടു. അപ്പൊ ഇത് ബട്ടർഫ്ലൈ ആണെന്ന് അറിയാം, പക്ഷെ ഏത് ബട്ടർഫ്ലൈ ആണെന്നറിയില്ല. അപ്പൊ ബട്ടർഫ്ലൈസിൽ തന്നെ ആണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ബട്ടർഫ്ലൈ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ID കൊടുത്ത് അതിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? ബട്ടർഫ്ലൈസിനെ അറിയാവുന്നവർ ആ ഒബ്സർവേഷൻസ് കാണുകയാണ്. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ റെക്കോർഡും ഒരു ഒബ്സർവേഷൻ ആയിട്ടാണ് iNaturalist ഡാറ്റാബേസിലേക്ക് പോകുന്നത്. ഈ ഡാറ്റാബേസ് ലോകത്തിലുള്ള ആർക്കും കാണാൻ സാധിക്കുകയും അവർക്കെല്ലാം അതിൽ കോമന്റ്സ് പറയാൻ സാധിക്കുകയും, അവരുടെ അഭിപ്രായങ്ങൾ, ഇത് ഓക്കെ, ഇത് ഇന്ന സ്പീഷീസ് ആണ് അല്ലെങ്കിൽ ഇത് ശരിക്കും ഒരു സബ് ഓർഡർ ആണ്. ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ് എന്ന് പറയുന്ന മോത്ത്സിലും പഠിച്ച് അതിനെ കുറിച്ച് ക്ലിയർ ആവുന്നേ ഇല്ല, പഠിച്ചവരും അതിനെ കുറിച്ച് പഠിച്ചു ലോകത്തിന്റെ ഏത് കൊണ്ടുള്ള ആളുകൾക്ക് അത് കാണാൻ സാധിക്കും. അവർ ആ ഒബ്സർവേഷൻ കാണുകയും അവരുടെ അഭിപ്രായം അതിൽ പറയുകയും ചെയ്യും. അപ്പം ഞാനൊരു ബട്ടർഫ്ലൈ ആണ്, എരിക്ക് തപ്പി എന്ന് പറയുന്ന ബട്ടർഫ്ലൈ ആണെങ്കിൽ ഞാൻ ആ ഒബ്സർവേഷന്റെ അടിയിൽ പോയിട്ട് ഇത് എരിക്ക് തപ്പിയാണ് എന്ന് പറയുന്ന ID സജസ്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഒബ്സർവേഷൻ ഫോളോ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇന്ന ബട്ടർഫ്ലൈ ആണ് അല്ലെങ്കിൽ ഇത് ഇന്ന
ബേർഡ് ആണ് വെച്ചാല് നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ റെക്കോർഡായിട്ടും ഇത് വർക്കാവും. മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവികൾ ഈ സ്ഥലത്ത് ഇന്ന ജീവികളൊക്കെ ഉണ്ട് എന്നുള്ള ഡാറ്റ ഗ്ലോബൽ ഡാറ്റാബേസിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോ അതാണ് ബേസിക്കലി ഐനാച്ചുറലിസ്റ്റിന്റെ വളരെ ഷോർട്ട് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താണ് അതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കേണ്ടി വരും. ഞാൻ നമ്മുടെ ഈ ടോക്കിൽ ഐനാച്ചുറൽസിനെ പറ്റി കൂടുതൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് 2 സ്ലൈഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം, വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വേറൊരു സെഷനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഐനാച്ചുറലിസ്റ്റ് എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പം നമുക്ക് ഐനാച്ചുറലിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ലോകത്തെമ്പാടുള്ള ഒബ്സർവേഷൻസ് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഐനാച്ചുറലിസ്റ്റ് ഒരു പലതരത്തിൽ നമ്മുടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. ഇപ്പം പ്ലെയിൻ ടൈഗർ എന്ന് പറയുന്ന ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ബ്ലൂ ടൈഗർ എന്ന് പറയുന്ന ബട്ടർഫ്ലൈ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. അപ്പൊ ഈ ബ്ലൂ ടൈഗർ എന്ന് പറയുന്ന ബട്ടർഫ്ലൈ എന്റെ ചുറ്റുപാടും കാണുന്നുണ്ട്, ലോകത്ത് വേറെ എവിടെയൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ ഈ ബട്ടർഫ്ലൈനെ കാണാം എന്നുള്ളത് നമുക്ക് ഐനാച്ചുറലിസ്റ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ലോകമെമ്പാടും ഉള്ള ഒബ്സർവേഷൻസ് ആണ് ഈ കാണുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 33 കോടി ഓളം ഒബ്സർവേഷൻസ് ലോകമെമ്പാടും നിന്നും ഡാറ്റാബേസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ സെക്കൻഡിലും ഒരുപാട് ഒബ്സർവേഷൻസ് നമ്പർ ഇങ്ങനെ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ സെക്കൻഡിലേക്കും ഡാറ്റാബേസിലേക്ക് ഒബ്സർവേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് ഇബേർഡ് ആണ്. ഇബേർഡിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോം ആണ് ഇബേർഡ്. കോർണൽ ലാബ്, USA കോർണൽ യൂണിവേഴ്സിറ്റിയും അവിടുത്തെ ഒരു ബേർഡ് ലാബും പിന്നെ നാസ അങ്ങനെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻസിന്റെ സഹായം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇബേർഡ് എന്ന്. ലോകമെമ്പാടുന്ന് അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഈ ബ്രൈറ്റ്ലി കളർഡ് ആയിട്ടുള്ള റീജിയൻസ് എല്ലാം ഹയർ ഡെൻസിറ്റി ആണ്. അപ്പം നമ്മളിവിടെ ഇന്ത്യയിൽ നോക്കിയാൽ തന്നെ കേരളം വളരെ ബ്രൈറ്റ്ലി കളർഡ് ആണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ഒരുപാട് ഒബ്സർവേഷൻസ് ഇബേർഡിലേക്ക്, ഒരുപാട് റെക്കോർഡ്സ് ഇബേർഡിലേക്ക് പോകുന്നുണ്ട്. ഇനി ഞാൻ എങ്ങനെയാണ്, അപ്പം ഇത്രയാണ് ഐനാച്ചുറലിസ്റ്റിനെ പറ്റി പറഞ്ഞത്. എങ്ങനെയാണ് ഈ ഐനാച്ചുറലിസ്റ്റ് അല്ലെങ്കിൽ ഇബേർഡ് എന്ന് പറയുന്ന സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോമുകളെ പറ്റി പറഞ്ഞാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഓരോ ഒബ്സർവേഷനും സിറ്റിസൺ സയൻസിൽ അല്ലെങ്കിൽ സയൻസിലേക്ക് എങ്ങനെ പുതിയ അറിവുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എങ്ങനെ എത്തിക്കുന്നു എന്നുള്ള ചില ഉദാഹരണങ്ങൾ ഇന്ത്യയിലുള്ളതും ലോകത്ത് നടന്നിട്ടുള്ളതുമായ പ്രധാനപ്പെട്ട ചില സിറ്റിസൺ സയൻസ് ഒബ്സർവേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഒബ്സർവേഷൻ നമ്മുടെ ചുറ്റും കാണുന്ന എന്ത് ജീവിയാണെങ്കിൽ പോലും അതിന് ചിലപ്പം ഒരുപാട് വാല്യൂ ഉണ്ടാകും. അതിന്റെ ഒരു ഉദാഹരണം, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ അസിഗ്നാത്ത ഫാസിയാറ്റ എന്ന് പറയുന്ന മോത്താണ്. അതൊരു മോത്താണ്, ഒരു നിശാശലഭമാണ്. അപ്പം ഞാൻ ഇങ്ങനെ എന്റെ വീട്ടിൽ രാവിലെ എണീറ്റ് വന്ന് ബാൽക്കണിയിൽ നോക്കിയപ്പോഴത്തേക്കും ഈ മോത്ത് ഇരിക്കുന്നത് കണ്ടു. ഞാൻ അതിന്റെ ഒരു പടം എടുത്തിട്ട് ഞാൻ ഐനാച്ചുറലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തു. ഐനാച്ചുറലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു എക്സ്പേർട്ട് വന്നിട്ട് ഇത് ഇന്ന സ്പീഷീസ് ആണെന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്പീഷീസ് ശരിക്കും റെക്കോർഡ് ചെയ്തിരിക്കുന്നത് മേഘാലയയിൽ നിന്നാണ്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് വേറെ ഒരു റിപ്പോർട്ടും ഇതിനില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കാം. അതായത് ഈ സ്പീഷീസ് ശരിക്കും ഇത് ഡിസ്ക്രൈബ് ചെയ്ത ആൾ, ഇതിനെ കണ്ടെത്തിയ ആൾ, ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ആള് മേഘാലയയിലെ ഖാസി ഹിൽസിൽ നിന്ന് മാത്രമാണ് ഈ സ്പീഷീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഈ സ്പീഷീസിനെ കണ്ടുപിടിച്ചു. അപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാല് ഖാസി ഹിൽസിൽ മാത്രം ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഈ സ്പീഷീസ് തിരുവനന്തപുരത്തും ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പൊ ഒരു സ്പീഷീസ് ലോകത്ത് എവിടെയൊക്കെ കാണാം എന്ന് പറയുന്നതിനാണ് നമ്മൾ ആ സ്പീഷീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷനിൽ ശരിക്കും ഈ സിറ്റിസൺ സയൻസ് ഡാറ്റ അല്ലെങ്കിൽ ഐനാച്ചുറലിസ്റ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഡാറ്റയ്ക്ക് വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. അനേക എക്സാമ്പിൾസ് ഉണ്ട്.
ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെ ഇന്ത്യയിൽ ഉണ്ട് എന്ന് വിചാരിക്കാത്ത ജീവികളെല്ലാം ഇന്ത്യയിൽ കണ്ടെത്തുന്നത് എല്ലാം ഐനാച്ചുറലിസ്റ്റിൽ കൂടെ ഒരുപാട് വട്ടം നമ്മൾ കാണാറുണ്ട്. രണ്ടാമത്തേത് നമ്മുടെ ഫീനോളജി പഠിക്കാം. അതായത് പ്ലാന്റ്സ്, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഇപ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നീലക്കുറിഞ്ഞി എന്നുള്ളത്. ഇപ്പൊ നീലക്കുറിഞ്ഞി ഏത് കാലഘട്ടത്തിലാണ് അത് മാക്സിമം പൂക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പൂവിടുന്ന ഏത് കാലത്താണ്? അപ്പൊ ഒരു ചെടിക്ക് ഒരു ഫിനോളജി കാണുമല്ലോ അല്ലെ? ആ ചെടി കൃത്യമായി ഒരു വർഷത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അത് പൂവിടുന്നത് അല്ലെങ്കിൽ കായിടുന്നത്. അപ്പൊ ഒരു സ്പീഷീസ് വർഷത്തിന്റെ ഏത് ഘട്ടത്തിലാണ് പൂക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് അത് കായ്ക്കുന്നത്, ഏതൊക്കെ മാസങ്ങളിലാണ് അത് പൂവിടുന്നതെന്ന് നമുക്ക് ആ സ്പീഷീസ് വെച്ച് എങ്ങനെ പറയാമെന്ന് ചോദിച്ചാല് അതിനും ഐനാച്ചുറലിസ്റ്റ് ഡാറ്റ യൂസ് ചെയ്യാം. അപ്പം ഇവിടെ കാണുന്ന ഈ സീസണാലിറ്റി എന്ന് പറയുന്ന സംഭവം കണ്ടില്ലേ? അപ്പൊ സീസണാലിറ്റി നോക്കുകയാണെങ്കിൽ നീലക്കുറിഞ്ഞി ഇപ്പം നമുക്കിതില് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് നീലക്കുറിഞ്ഞി ഏത് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പൂക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തില് ഫിനോളജി അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റിന്റെ ചെടികളുടെ ഇത്തരത്തിലുള്ള ഡാറ്റ എടുക്കാൻ നമുക്ക് ഐനാച്ചുറലിസ്റ്റ് ആണ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. സിറ്റിസൺ സയൻസ് ഡാറ്റ അത്തരത്തിൽ സഹായിക്കും. മൂന്നാമത്തേത് ഇൻവേസീവ് സ്പീഷീസ്, അധിനിവേശ ജീവികളെ നമുക്ക് എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യാം എന്നുള്ളത്. അപ്പം ഇത് അശ്വിൻ വി എന്ന് പറയുന്ന ഒരു ഒബ്സർവർ, അശ്വിൻ വിശ്വനാഥ് എന്ന് പറയുന്ന ഒബ്സർവർ ഊട്ടിയിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റിലാണ്. അപ്പം ഈ ബീറ്റിൽ ഐനാച്ചുറലിസ്റ്റിൽ അപ്ലോഡായി. ഇപ്പൊ പുള്ളിക്ക് അറിയില്ല ഇത് എന്ത് ബീറ്റിലാണെന്നുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തു, ഇത് യൂക്കാലിപ്റ്റസിലാണ് കണ്ടത് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു നോട്ട് ആഡ് ചെയ്തിട്ട് അത് ഐനാച്ചുറലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തു. അപ്പൊ അത് കണ്ടിട്ടുള്ള ഒരു എക്സ്പേർട്ട്, അപ്പൊ അദ്ദേഹത്തിന്റെ പേര് SDJ ബ്രൗൺ എന്നാണ്. അദ്ദേഹം ആ ഒബ്സർവേഷൻ കാണുകയും അദ്ദേഹം അതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യുകയും ചെയ്തു, ഇത് ഇന്ന സ്പീഷീസ് ആണ്, ഗോണിപ്റ്ററസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ്, ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ്, യൂക്കാലിപ്റ്റസിന്റെ ഒരു പെസ്റ്റ് ആണ്, യൂക്കാലിപ്റ്റസിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്, ഒരു കീടമാണ്, ഇത് ഇന്ത്യയിലെ ആദ്യത്തെ റിപ്പോർട്ടാണ് എന്ന് പറയുകയും ഒടുവിൽ അവരത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പം ഈ ഐനാച്ചുറലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഇത് ഇന്ത്യയിലെ പുതിയ റെക്കോർഡാണെന്നും ഇത് യൂക്കാലിപ്റ്റസിലെ ഒരു പെസ്റ്റ് ആണ് എന്നുള്ളതും അവർ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തതുകൊണ്ട് അവരത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇങ്ങനെ സംഭവിക്കുന്ന ഇത് ശരിക്കും ഇൻവേസീവ് സ്പീഷീസുകളെ, അതായത് അധിനിവേശ ജീവികളെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോംസ് ഒരുപാട് സഹായിക്കാറുണ്ട്. ഒരുപാട് ഇൻവേസീവ് പ്ലാന്റ്സിനെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലങ്ങളിലേക്കെല്ലാം സിറ്റിസൺ സയൻസ് ഒബ്സർവേഷൻസ് കാരണം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും പല റിമോട്ട് ആയിട്ടുള്ള ഐലൻഡ്സിലെല്ലാം നമ്മൾ ഒരിക്കലും ഉണ്ടാവും എന്ന് വിചാരിക്കാത്ത പ്ലാന്റ്സ് എല്ലാം സിറ്റിസൺ സയൻസിന്റെ ഡിസീസ് ഔട്ട്ബ്രേക്സിന്റെ കാര്യം സിറ്റിസൺ സയൻസ് പ്രത്യേകിച്ച് ഈ ബേർഡിലെ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഒരുപാട് നാളായിട്ട് ഒന്നിലധികം ഐ തിങ്ക് 3-4 പേപ്പേഴ്സ് തന്നെ ഈ ബേർഡ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ H1N1 എന്ന് പറയുന്ന ബേർഡ് ഫ്ലൂ അല്ലെങ്കിൽ ഏവിയൻ ഇൻഫ്ലുവൻസ അത്തരത്തിലുള്ള വൈറസുകൾ, അപ്പൊ അതെല്ലാം ഓരോ പാത്തജൻസ് ആണല്ലോ. ഈ പാത്തജൻസിനെ എങ്ങനെ ഈ ബേർഡ് ഡാറ്റ ഉപയോഗിച്ച്, ഈ ബേർഡ് ഒക്കറൻസ് ഡാറ്റ ഉപയോഗിച്ച് എങ്ങനെ മോണിറ്റർ ചെയ്യാമെന്നുള്ളത് അവർ മോഡൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് മൈഗ്രേഷൻ മോണിറ്ററിങ്. അപ്പം മൈഗ്രേഷൻ മോണിറ്ററിങ് ആണ് ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന മൈഗ്രേഷൻ ആണ്. അപ്പം മൈഗ്രേഷൻ സ്റ്റഡി ചെയ്യുക എന്നുള്ളത് ശകലം മെനക്കെട്ട പണിയാണ്. എന്തെന്ന് വെച്ചാല് ഈ മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജീവികൾ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതാണല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ബേർഡ്സ് ആണെങ്കിൽ 10,000 ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളാണ് ഓരോ ബേർഡ്സും ട്രാവൽ ചെയ്തിരുന്നത്. അപ്പം ഒരു മൈഗ്രേഷൻ സ്റ്റഡി ചെയ്യാനായിട്ട് അപ്പം വർഷത്തിന്റെ ഏത് സമയത്താണ് ആ ബേർഡ് നമ്മുടെ ഇവിടെ എത്തുന്നത്, അല്ലെങ്കിൽ എത്ര ദൂരം ഇത് സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഏത് വഴിയാണ് ഇത് പോകുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പം മൈഗ്രേഷൻ സ്റ്റഡിക്ക് ശരിക്കും സിറ്റിസൺ സയൻസ് ഒരുപാട് ബേർഡ്സ് എവിടെയൊക്കെയാണോ പോകുന്ന വഴിക്കെല്ലാം ഇത് ഇറങ്ങുകയും ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുള്ളൂ. അവിടെ എല്ലാ ആളുകൾ അതിനെ കാണുകയും ആ ഒബ്സർവേഷൻസ് എടുക്കുകയും ഈ ബേർഡിൽ അപ്ലോഡ് ചെയ്യുകയും അങ്ങനെ ഇതിന്റെ ഒരു റൂട്ട് മനസ്സിലാവുകയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് മൈഗ്രേഷൻ സ്റ്റഡിക്ക് നമ്മൾ ബേർഡ്സിന്റെ മാത്രമല്ല ബട്ടർഫ്ലൈസിന്റെ മൈഗ്രേഷൻ, ബട്ടർഫ്ലൈസ് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്.
നമ്മൾ കാണുന്ന മഞ്ഞ പാപ്പാത്തി, അതുപോലെ ബ്ലൂ ടൈഗർ, അതായത് നീലക്കടുവ, അങ്ങനെയുള്ള ബട്ടർഫ്ലൈസ് എല്ലാം മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. വളരെ ഷോർട്ട് മൈഗ്രേഷൻസ് ആണ്. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിലേക്ക് അത്തരത്തിലുള്ള ചെറിയ ചെറിയ മൈഗ്രേഷൻ റൂട്ട്. ചെറുതെന്ന് ഉദ്ദേശിക്കുന്നത് റിലേറ്റീവ്ലി ചെറുതാണ്. ബേർഡ്സിന്റെ മൈഗ്രേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ മൈഗ്രേഷൻ വളരെ ചെറുതാണ്. പക്ഷെ ബട്ടർഫ്ലൈസിനെ സംബന്ധിച്ച് അത് വലിയ ദൂരമാണ്. അപ്പം ബട്ടർഫ്ലൈസിന്റെ മൈഗ്രേഷൻ സ്റ്റഡി ചെയ്യാനും സിറ്റിസൺ സയൻസ് ഡാറ്റാസ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ്. ഇതൊക്കെയാണ് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മുടെ സിറ്റിസൺ സയൻസ് ഡാറ്റ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ കൊടുക്കുന്ന പേപ്പേഴ്സ് ആണ് ഇതെല്ലാം. പിന്നെ ഉള്ളത് റീഡിസ്കവറിയാണ്. റീഡിസ്കവറി ശരിക്കും ഐനാച്ചുറൽസിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള റീഡിസ്കവറി എന്ന് പറയുന്നത് ഈ ഫ്രോസ്റ്റഡ് ഫീനിക്സ് എന്ന് പറയുന്ന മോഡലാണ്. അപ്പൊ ഇദ്ദേഹം ഈ പാവ് ജോൺസൺ എന്ന് പറയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒബ്സർവറിനെ കാണാം. അപ്പം ഇദ്ദേഹം ശരിക്കും സ്വീഡനിലുള്ള ഒരു ടൂറിസ്റ്റ് ആയിരുന്നു. പുള്ളി ഒരു സ്വീഡിഷ് ആയിട്ടുള്ള ആളാണ്. പുള്ളി ന്യൂസിലാൻഡിൽ വന്നു, ടൂർ വന്നതാണ്. അപ്പം ന്യൂസിലാൻഡ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പുള്ളി നിന്ന സ്ഥലത്ത് പുള്ളി ലൈറ്റ് ഓൺ ചെയ്തിട്ടിരുന്നു. അവിടെ വന്ന ഒരു മോത്താണ്. അപ്പൊ പുള്ളി ആ നിശാശലഭത്തിനെ കണ്ടു, അതിന്റെ ഫോട്ടോ എടുത്തു, അതിനെ അപ്ലോഡ് ചെയ്തു. പക്ഷെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എല്ലാവരും ഞെട്ടിയത്. അതായത് അതിന്റെ അടിയിൽ ഒരു അവിടുത്തെ ന്യൂസിലാൻഡിലെ ഒരു എക്സ്പേർട്ട് കമന്റ് ചെയ്തിരിക്കുന്നതാണ്, ന്യൂസിലാൻഡിന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കവറി ആയിരുന്നു അത്. കാര്യം എത്രയോ കാലം മുമ്പ്, നൂറുകണക്കിന് വർഷം മുമ്പ് എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് വിചാരിച്ചിരുന്ന ഒരു മോത്തായിരുന്നു അത്. അപ്പൊ ആളുകൾ അതിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ശരിക്കും ഇത് ഉണ്ടോ, ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയോ? അപ്പം ഒരുപാട് അന്വേഷിച്ചിട്ടും കിട്ടാത്തപ്പോൾ ആളുകൾ വിചാരിച്ച് എക്സ്റ്റിങ്ക്റ്റ് ആയിരുന്നു. അങ്ങനെ വിചാരിച്ച് വെച്ചിരുന്ന ഒരു മോത്താണ് ടൈറ്റാനോമിസ് സിസിറോട്ട എന്നാണ് അതിന്റെ പേര്, ഫ്രോസ്റ്റഡ് ഫീനിക്സ് എന്നുള്ളത്. അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു മോത്താണ് ശരിക്കും ഈ വളരെ ആക്സിഡന്റലായി, വളരെ യാദൃശ്ചികമായിട്ട് ആ ടൂറിസ്റ്റ്, അദ്ദേഹം ന്യൂസിലൻഡുകാരൻ പോലും അല്ല, അദ്ദേഹം സ്വീഡനിൽ നിന്ന് വന്നതാണ് ന്യൂസിലൻഡിലേക്ക് കാണാൻ വേണ്ടി, വന്നു അപ്ലോഡ് ചെയ്തപ്പോഴാണ് ശരിക്കും അതൊരു റീഡിസ്കവറി ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് അറിയാൻ പോലും പറ്റില്ല ശരിക്കും നമുക്ക് ചുറ്റുമുള്ള ജീവികളുടെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഒബ്സർവേഷൻസിന്റെ വില എന്താണെന്നുള്ളത് ശരിക്കും നമുക്ക് അറിയാൻ പോലും പറ്റില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആയിരിക്കും അതെല്ലാം. അപ്പം ഇതൊക്കെയാണ് ശരിക്കും ചില ഇൻസ്റ്റൻസസ്. അപ്പം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ ഉണ്ടാവും. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വരുമ്പോഴാണ് ശരിക്കും ഇത്തരത്തിലുള്ള പുതിയ ഇൻഫർമേഷൻസ്, പുതിയ അറിവുകൾ, പുതിയ ഡിസ്ട്രിബ്യൂഷൻ റെക്കോർഡ്സ് അല്ലെങ്കിൽ പുതിയ റീഡിസ്കവറികൾ ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാനിത് ന്യൂസിലാൻഡിലെ കാര്യമാണ് പറഞ്ഞത്. ന്യൂസിലാൻഡിൽ ഇങ്ങനെ ഒരു പുതിയ റെക്കോർഡ് ഉണ്ടെന്ന്. പക്ഷെ ന്യൂസിലാൻഡിൽ മാത്രമല്ല, ഇന്ത്യയിലും കുറെ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് ഇത്. ഞങ്ങൾക്ക് ഐനാച്ചുറലിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള റീഡിസ്കവറി. സോ ഈ ഒബ്സർവേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, തൃശ്ശൂർ ചാലക്കുടിക്ക് അടുത്തു നിന്നാണ് ഒബ്സർവേഷൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ഇത് സിറ്റി നേച്ചർ ചാലഞ്ച് എന്ന് പറയുന്ന നമ്മളൊരു ചാലഞ്ച് എല്ലാ വർഷവും നടത്താറുണ്ട്. ഇന്ത്യ ഒട്ടാകെ ലോകമെമ്പാടും നടത്തുന്ന ഒരു ചാലഞ്ചാണ്. നമ്മുടെ ചുറ്റുമുള്ള ബയോഡൈവേഴ്സിറ്റി, സിറ്റിക്ക് ചുറ്റുമുള്ള ബയോഡൈവേഴ്സിറ്റി മോണിറ്റർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ നടത്തുന്ന ഒരു ചാലഞ്ചാണ് ശരിക്കും. അപ്പം ഒരു വ്യക്തി ആർക്കായാലും ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻസ് ഐനാച്ചുറലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി എന്റെ ചാലഞ്ച്. അപ്പൊ നിങ്ങൾക്ക് പറ്റാവുന്ന ഒബ്സർവേഷൻസ് അപ്ലോഡ് ചെയ്യുക. അപ്പൊ 2024 സിറ്റി നേച്ചർ ചാലഞ്ചിന്റെ ഭാഗമായിട്ട് അതുൽ ശങ്കർ എന്ന് പറയുന്ന ഒരു ഒബ്സർവർ ചാലക്കുടി ആ ഏരിയയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത ഒരു മോത്താണത്. ഒരു നിശാശലഭം തന്നെയാണത്. അപ്പം ഈ നിശാശലഭം അപ്ലോഡ് ചെയ്തു. പിന്നീടാണ് അത് ഹെട്രോസ്പെസിയ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു മോത്താണ്, ഒരു നിശാശലഭമാണെന്നും 99 വർഷത്തിന് ശേഷം അതിനെ റീഡിസ്കവർ ചെയ്യുകയാണ്, അത് കണ്ടുപിടിക്കുകയാണ്. കാര്യം ഈ സ്പീഷീസിനെ ആളുകൾ അതിന്റെ സ്പെസിമെനിൽ നിന്ന് മാത്രമാണ് ഉണ്ട് എന്ന് വിചാരിച്ചു. അതിനുശേഷം ഒരാൾ പോലും, ആ സ്പെസിമെൻ കിട്ടിയതിനു ശേഷം ഒരാൾ പോലും അതിനെ ജീവനോടെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഒരുപക്ഷെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിരിക്കാം എന്ന് വിചാരിച്ചതാണ് ആ സ്പീഷീസ്. പക്ഷെ 99 വർഷത്തിന് ശേഷം 1925 അവസാനമായിട്ട് അതിന്റെ സ്പെസിമെൻ കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം 99 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ശരിക്കും ആ സ്പീഷീസിനെ കാണുന്നത്. അപ്പം അത് അത്തരത്തിൽ വലിയൊരു ഒബ്സർവേഷൻ ആവുകയും പിന്നെ ഇത് ഗ്ലോബലി തന്നെ സിറ്റി നേച്ചർ ചാലഞ്ചിന്റെ ഗ്ലോബൽ ടീം അത് റെക്കഗ്നൈസ് ചെയ്യുകയും അതെല്ലാം അവർ ഫീച്ചർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. യെസ്, സോ അത്രയുമാണ് ശരിക്കും. അപ്പം ബേസിക്കലി ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാല് നമുക്ക് ചുറ്റുമുള്ള ഒബ്സർവേഷൻസ് തന്നെയാണ്. അപ്പം ആ ഒബ്സർവേഷൻ തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഒബ്സർവേഷൻ, പിന്നെ
ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, കേരളത്തിന്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ഉണ്ട്. അതാണ് നമ്മുടെ പശ്ചിമഘട്ടം. അപ്പം പശ്ചിമഘട്ടത്തിൽ ഇനിയും അറിയപ്പെടാത്ത, ഇനിയും കണ്ടുപിടിക്കപ്പെടാത്ത ഒരുപാട് ജീവികളുണ്ട്. ഇനിയും ലോകത്തിന് അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പം ശരിക്കും വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ സിറ്റിസൺ സയൻസ് അല്ലെങ്കിൽ ഈ പൗരശാസ്ത്രം എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു മേഖലയാണ്. നമുക്ക് ഒരുപാട് ഔട്ട്കം കിട്ടുന്ന ഒരു മേഖലയും കൂടിയായിരിക്കും. സോ ഇതൊക്കെയാണ് സിറ്റിസൺ സയൻസിന്റെ പ്രത്യേകതകൾ. സോ താങ്ക് യു. എന്തെങ്കിലും ചോദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് ഇപ്പൊ നമുക്ക് കുറച്ച് വെബ്സൈറ്റിലൊക്കെ പരിചയപ്പെടുത്തി, അതിനകത്ത് എങ്ങനെ അപ്ലോഡ് ചെയ്യണം സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ഹലോ, ആരും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഈ സിറ്റി സയൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ കുറെ വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോക്കിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഈ വേർഡിലും കുറച്ചൊക്കെ ഐനാച്ചുറലിസ്റ്റും ഒക്കെ ഞാനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഐനാച്ചുറലിസ്റ്റിന്റെ 2 ആപ്പ് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നില് നമുക്ക് നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യാം. 2, നമുക്ക് ഏതാ സ്പീഷീസ് എന്ന് അറിയാൻ ഓട്ടോമാറ്റിക്കലി അവർ തരുന്ന അങ്ങനെ ഒരു ആപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? സീക്ക് എന്ന് പറയുന്ന ആപ്പാണോ? ഐനാച്ചുറലിസ്റ്റിലെ സീക്ക് എന്ന് പറയുന്ന ആപ്പിനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, 2 ആപ്പ് ഉണ്ട് എന്റെ കയ്യില്. അപ്പൊ ഒന്നേ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ഏതാ സ്പീഷീസ് ഇങ്ങോട്ട് അത് പറയും. സോ സീക്കില് ബേസിക്കലി അത് നമ്മൾ അവര് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഒരു ടൂളായിട്ട് അവര് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതിൽ നമുക്ക് ഒബ്സർവേഷൻസ് അപ്ലോഡ് ചെയ്യാം. പക്ഷെ സീക്ക് ബേസിക്കലി നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഇതല്ല. അത് ബേസിക്കലി അവര് US കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും സീക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ഗ്ലോബലി യൂസ് ചെയ്യാനായിട്ടാണ് ശരിക്കും ഐനാച്ചുറലിസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതിലാണ് നമുക്ക് ബേസിക്കലി ഒബ്സർവേഷൻസ് അപ്ലോഡ് ചെയ്യും, പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. സീക്കില് ഞാനും സീക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ ഉപയോഗിച്ചിട്ട് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ സീക്ക്. അപ്പൊ എനിക്ക് സീക്കിനെ പറ്റി ഒരുപാട് അറിയില്ല. ഞാൻ ഐനാച്ചുറലിസ്റ്റ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. രണ്ടും വരുന്നത് ഒരേ ഓർഗനൈസേഷനൊക്കെ, പേരന്റ് ഓർഗനൈസേഷനൊക്കെ ഒന്നാണ്. ഐനാച്ചുറലിസ്റ്റും സീക്കും എന്താണ് സിസ്റ്റർ ഓർഗനൈസേഷൻസ് ആണ്. അവര് ഒരേ ഇതിൽ നിന്നാണ് വരുന്നത്. കാലിഫോർണിയ അക്കാഡമി ഓഫ് സയൻസസ് ആണ് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഐനാച്ചുറലിസ്റ്റ് ആണ് ശരിക്കും നമ്മള് ഈ സിറ്റിസൺ സയൻസ് ഡാറ്റ യൂസ് ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സൈറ്റിൽ എടുക്കുമ്പോഴത്തേക്കും സീക്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഐനാച്ചുറലിസ്റ്റിന്റെ സൈറ്റ് ഉണ്ട്. അപ്പം വെബ്സൈറ്റ് ആയിട്ടും ആപ്പായിട്ടും ഉപയോഗിക്കാമല്ലോ. അപ്പം ഐനാച്ചുറലിസ്റ്റിന്റെ സൈറ്റിൽ ശരിക്കും സീക്ക് വഴി അപ്ലോഡ് ചെയ്യുന്ന ഒബ്സർവേഷൻസും ഐനാച്ചുറലിസ്റ്റ് വഴി അപ്ലോഡ് ചെയ്യുന്ന ഒബ്സർവേഷൻസ് എല്ലാം കാണാൻ സാധിക്കും. നമുക്ക് ശരിക്കും ഒബ്സർവേഷൻ എടുക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഇത് ഐനാച്ചുറലിസ്റ്റ് വഴി ആപ്പ് വഴി അപ്ലോഡ് ചെയ്തതാണോ അതോ സീക്ക് വഴി അപ്ലോഡ് ചെയ്തതാണോ, ഐനാച്ചുറലിസ്റ്റിന്റെ ആൻഡ്രോയിഡ് ആപ്പാണോ iOS ആപ്പാണോ എന്നുള്ള ഡാറ്റ കൂടെ അതിലുണ്ടാവും. അങ്ങനെ അത് കാണാൻ സാധിക്കും. പക്ഷെ ഐനാച്ചുറലിസ്റ്റ് ആണ് ബേസിക്കലി കൂടുതലും ഇതിനു വേണ്ടി വരുന്നത്. സീക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. രണ്ടാമത്തെ ഒരു ചോദ്യം, നമ്മൾ ഇപ്പം റിസർച്ച് ഐനാച്ചുറലിസ്റ്റിൽ ഇപ്പം അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡി സജസ്റ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്ന ആൾക്കാർ കമന്റ് ചെയ്യും. പക്ഷെ അതിനകത്ത് ആർക്കും എന്തും കമന്റ് ചെയ്യാം. പക്ഷെ അതിൽ നിന്ന് എത്രത്തോളം ഇത് കറക്റ്റ് ആണ് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കാര്യം ഇപ്പൊ 100 yearsന് ശേഷമാണ് ഒരു സ്പീഷീസിനെ കണ്ടെത്തുന്നത് പറയുന്നത്. ജസ്റ്റ് ബേസ്ഡ് ഓൺ 1 ഫോട്ടോഗ്രാഫ് നമുക്ക് എങ്ങനെ അതിന്റെ ടാക്സോണമിക് ഫീച്ചേഴ്സ് പിടികിട്ടും? കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഈ ടാക്സോണമിക് ഫീച്ചേഴ്സ് പലതും മൈന്യൂട്ട് ആയിരിക്കാം. ജസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫിൽ നിന്ന് അല്ലെങ്കിൽ ഇതായിരിക്കാമെന്ന് സജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇതാണെന്ന് 100% എങ്ങനെ പറയും? യെസ് അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പം സിറ്റിസൺ സയൻസിന്റെ ഒരു പോരായ്മ അതാണ് ശരിക്കും. അതായത് നമുക്കൊരു ഫോട്ടോഗ്രാഫ് വെച്ച് തീർച്ചയായിട്ടും ടാക്സോണമിക് ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഫോട്ടോയിൽ വരണമെന്ന് ഒരു നിർബന്ധമില്ല. മിക്കവാറും ഒന്നും വരാറുമില്ല. പക്ഷെ ചിലത് റിലയബിൾ ആയിരിക്കും. കാര്യം പ്രത്യേകിച്ച്
ഇപ്പം ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ മോത്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന്റെ മിക്കവാറുള്ള ടാക്സോണമി ക്യാരക്ടേഴ്സ് അതിന്റെ വിങ്സിൽ തന്നെ ആയിരിക്കും. അപ്പം ചിലപ്പോൾ വിങ്സിൽ ഒരു മാർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വിങ്സിൽ ഒരു എന്തെങ്കിലും വിങ്സിലെ ഫീച്ചേഴ്സ് ആയിരിക്കാം, വിങ്സിന്റെ അലൈൻമെന്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ ഹെട്രോസ്പെസിയ ഇൻഡിക്ക എന്ന് പറയുന്ന അതിന്റെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാല് അതിൽ ഞാൻ കാണിച്ചല്ലോ, അതിൽ കമന്റ് ചെയ്തിരിക്കുന്ന ആളുണ്ടല്ലോ, കാലീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കലീസ് എന്ന് പറയുന്നത് ആക്സൽ കാലീസ് ആണ്. അദ്ദേഹമാണ് ആ സ്പീഷീസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഐനാച്ചുറലിസ്റ്റ് പോലുള്ള ഡാറ്റാബേസിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരുപാട് എക്സ്പേർട്ട് എന്ന് പറഞ്ഞാല് ഗ്ലോബൽ അതോറിറ്റീസ് തന്നെ ഐനാച്ചുറലിസ്റ്റ് ശരിക്കും അതിൽ ഒബ്സർവേഷൻസ് നോക്കാറുണ്ട്. അവരായിരിക്കും ശരിക്കും അത് നോക്കിയിട്ട് കമന്റ് ചെയ്യുന്നത്. അപ്പം മിക്കവാറും അവർ ചെയ്യുന്നത് നമുക്ക് ഐനാച്ചുറലിസ്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഒബ്സർവേഷൻസ് ആണല്ലോ, ഒരുപാട് ഡൈവേഴ്സ് ടാക്സയുടെ ഒബ്സർവേഷൻസ് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാ ടാക്സയും സ്പീഷീസ് ലെവൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ചിലത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, ചിലത് കൃത്യമായിട്ടും അതിന്റെ ടാക്സോണമി ക്യാരക്ടേഴ്സ് നമുക്ക് ഫോട്ടോയിൽ തന്നെ കാണാൻ പറ്റുന്നതുണ്ടാവും. അതിനെ കൃത്യമായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ചോദിച്ചത് എങ്ങനെ നമുക്ക് ഇത് കറക്റ്റ് ആണ് എന്ന് പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പം ഐനാച്ചുറലിസ്റ്റിൽ ID സജസ്റ്റ് ചെയ്യാൻ സാധിക്കും, പിന്നെ കോമന്റ്സും ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ഐനാച്ചുറലിസ്റ്റ് തീർച്ചയായിട്ടും 100% നമുക്ക് വിശ്വസിക്കാവുന്ന ഐഡിയ ആണോ എന്ന് വെച്ചാൽ അല്ല. ശരിക്കും 100% ഐഡിയ എന്ന് പറയുന്നത് സ്പെസിമെൻ എക്സാമിനേഷനിൽ കൂടെ മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഐനാച്ചുറലിസ്റ്റ് ഒരു പ്രിലിമിനറി എവിഡൻസ് തരും, അറ്റ്ലീസ്റ്റ് മോർഫോളജിക്കലി എങ്കിലും സിമിലാരിറ്റി ഉള്ള ഒരു സ്പീഷീസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഐനാച്ചുറലിസ്റ്റിന്റെ ഈ ഐഡന്റിഫിക്കേഷന്റെ റിലയബിലിറ്റി, എങ്ങനെ അതിനെ നമുക്ക് റിലയബിൾ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ കമ്മ്യൂണിറ്റി ഐഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം ഒരുപാട് എക്സ്പേർട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് എക്സ്പേർട്സിന്റെ ഫീഡ്ബാക്ക് വരും മിക്കവാറും. രണ്ടാമത്തെ കാര്യം, ആർക്കും കമന്റ് ചെയ്യാന്നുള്ളത് ശരിയാണ്, ആർക്കും തിരുത്തുകയും ചെയ്യാം അതിന്. അപ്പം ഒരുപാട് എക്സ്പേർട്സിന്റെ ഫീഡ്ബാക്ക് വരും. നമുക്കത് കൺഫേം ചെയ്യണമെങ്കിൽ കൂടുതൽ എക്സ്പേർട്സിനെ നമുക്ക് അതിൽ ടാഗ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ എക്സ്പേർട്സ് അത് കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും. എക്സ്പേർട്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഹെട്രോസ്പെസിയുടെ കാര്യത്തിൽ അത് കൺഫേം ചെയ്തിരിക്കുന്നത് ആ സ്പീഷീസിന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പൊ അതിൽ ഒരു പോയിന്റ് ക്രെഡിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ചില ടാക്സകളിലെ ഫോർ എക്സാമ്പിൾ പ്ലനേറിയൻസിന്റെ ഗ്ലോബൽ അതോറിറ്റി ലെയ് മിൻസർ എന്ന് പറയുന്ന ആള് ശരിക്കും ഐനാച്ചുറലിസ്റ്റ് വളരെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. പുള്ളി അത് കൃത്യമായിട്ട് കൃത്യം ലിറ്ററേച്ചർ സൈറ്റ് ചെയ്തിട്ടായിരിക്കും അവരെല്ലാം ID തരുന്നത്. അപ്പം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ അസിഗ്നാത്ത, എനിക്ക് കിട്ടിയ അസിഗ്നാത്ത ഫാസിയായിട്ട് ID ചെയ്ത ആള് കൃത്യമായിട്ട് അതിന്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും കൃത്യമായിട്ട് പുള്ളി ആ എല്ലാ ഡിസ്ക്രിപ്ഷനും ആ ഐഡന്റിഫിക്കേഷനിൽ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് ആഡ് ചെയ്തിട്ടാണ് ID ഇടുന്നത്. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് അതിന്റെ റിലയബിലിറ്റി കൂട്ടാൻ സാധിക്കും. തീർച്ചയായിട്ടും 100% ഇത് ഇന്ന സ്പീഷീസ് ആണ് എന്ന് ഫോട്ടോഗ്രാഫ് വെച്ച് പറയാൻ സാധിക്കില്ല, അത് സത്യമാണ്. ഞാൻ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അല്ല, ഞാൻ എന്റെ ഡൗട്ട് ചോദിച്ചെന്നുള്ളൂ. ഇപ്പൊ ഈ അസിഗ്നാത്തയുടെ കാര്യം പറഞ്ഞ് അത് മേഘാലയ ഖാസി ഹിൽസ് എന്നുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്തത് റീസെന്റ് ഡിസ്ക്രൈബ് ചെയ്ത സ്പീഷീസ് അല്ലേ? ആണെന്നുണ്ടെങ്കിൽ അത് അല്ല, റീസെന്റ് ഡിസ്ക്രൈബ് ചെയ്തല്ല, അത് ശരിക്കും ഹാംസന്റെ പഴയ ഡിസ്ക്രിപ്ഷൻ 1800-കളിലെ ഡിസ്ക്രിപ്ഷനിലാണ് ശരിക്കും ഉള്ളത്. അപ്പൊ മോത്സിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ വളരെ കുറച്ച് സ്റ്റഡീഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഒന്നാമത്. അതും ഈ ചെറിയ മൈക്രോ മോത്സ് എല്ലാം വളരെ കുറച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ളൂ. അപ്പം മിക്കവാറും അതെല്ലാം ബ്രിട്ടീഷ് ഡിസ്ക്രിപ്ഷൻസ്, പഴയ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ മാത്രമാണ് നമുക്ക് ശരിക്കും അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് കാണാൻ സാധിക്കുക. അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു അത്. ഓക്കെ. അല്ല, താങ്കൾ മുമ്പേ പറഞ്ഞിരുന്നു അത് ഡിസ്ക്രൈബ് ചെയ്ത ആള് തന്നെയാണ് പറഞ്ഞതെന്ന് അറിയാൻ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. കാര്യം ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ മോത്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളിലൊന്ന് നവനീത് സിംഗ് ആണ്, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ. അദ്ദേഹം ധാരാളം ജനറകളും ധാരാളം സ്പീഷീസും ഡിസ്ക്രൈബ് ചെയ്യാം. അത് ഇനിയിപ്പോ അദ്ദേഹം ആണോ എന്ന് അറിയാനായിട്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ നമ്മള് ഇപ്പൊ ഈ ബേർഡിന്റെ കാര്യം പറഞ്ഞു. ഇത് നമ്മുടെ ഇപ്പൊ സയൻസിനെ ഒന്ന് ബ്രോഡ്, അതായത് സാധാരണക്കാരിലേക്കും കൂടി ഇത് ചെല്ലാൻ സാധിച്ചു. പക്ഷെ ഇത് എത്രത്തോളം സ്പീഷീസ് ഇറ്റ്സെൽഫ് ഈസ് എ കോൺസെപ്റ്റ്, നമുക്കിത് എത്രത്തോളം പെർസെന്റേജ് ഓഫ് എന്താ പറയുക കോൺഫിഡൻസോടുകൂടി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും? ഇപ്പം താങ്കൾ ആദ്യം ചോദിച്ച ഒരാളുടെ മാഡത്തിന്റെ പറഞ്ഞു ഈ ബേർഡിന്റെയും ഈ പറയുന്ന എല്ലാത്തിന്റെയും കാര്യം. കാര്യം ഒരു സാധാരണക്കാരന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഒരു സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട്, താങ്കൾ ഇതിനകത്ത് കുറെ സയന്റിസ്റ്റുകൾ വന്നത് കാരണം നമുക്ക് കുറച്ചൊക്കെ സയന്റിഫിക് ആസ്പെക്റ്റിലും പോകാൻ പറ്റുന്നുണ്ട്. അത്
ഈ പറയുന്ന പോലെ സിറ്റി സയൻസ് ഇല്ലാതിരുന്നപ്പോഴും ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അറിയാവുന്നവരോട് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തൊക്കെ അവർ അപ്ലോ ഐഡന്റിഫിക്കേഷൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ കുറച്ചുകൂടെ ബ്രോഡാക്കി, ഇന്റർനെറ്റ്, കറണ്ട്, ഇലക്ട്രിസിറ്റി ഉള്ളത് കാരണം ഇന്റർനെറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ബ്രോഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്നു, കുറെ കൂടെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു ഫാക്റ്റ് ആണ് ഈ സിറ്റിസൺ സയൻസുമായിട്ട് ബന്ധപ്പെട്ട്. അതെന്റെ ഒരു ഒബ്സർവേഷൻ മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും മറ്റുള്ളവർ ചോദ്യം ചോദിക്കട്ടെ, ഇനി എന്തെങ്കിലും ഞാൻ ഡൗട്ട് ഉണ്ടോ ചോദിക്കാനായിട്ട്. ഓക്കെ, ഹലോ സാർ. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ചോദിച്ചോ. ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ. എനിക്കൊരു ഡൗട്ട് ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഐനാച്ചുറലിസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോ ഒരുപാട് ഒബ്സർവേഷൻസ് പോലും നമുക്ക് ഈ സ്പീഷീസ് ലെവലിലൊന്നും കിട്ടില്ല. അപ്പോ ജീനസ് ലെവലും സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതൊന്നല്ല ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഒരു ഇൻട്രസ്റ്റോടുകൂടി മാത്രം ഇതിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോ മിക്കവാറും ഈ പറഞ്ഞ പോലെ ഈ ജീനസ് ലെവലൊക്കെയാണ് ഈ കൂടുതലും ഒബ്സർവേഷൻസ് കിട്ടാറ്, ഈ പോപ്പുലർ അല്ലാത്ത സംഭവങ്ങളൊക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോമിൽ ഈ സ്പീസീസ് ലെവൽ ഐഡന്റിഫിക്കേഷൻ കിട്ടാത്ത ഒബ്സർവേഷൻസ്, അതായത് ജീനസ് ലെവലിലൊക്കെ മാത്രം കിട്ടുന്നതിന് ഈ നമ്മുടെ ഈ റിസർച്ചിലും സംഭവങ്ങളിലൊക്കെ എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ? അത് ശരിക്കും ഒരു ലിമിറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്? അപ്പോ അത് നേരത്തെ പ്രശാന്ത് സാർ ഉന്നയിച്ച ചോദ്യത്തിന്റെ ഒരു ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതെ, അതായത് ഈ ഒന്നാമത്തെ കാര്യം, എങ്ങനെ നമുക്ക് സ്പീഷീസ് ലെവലിലേക്ക് പോകാൻ മിക്കവാറും അത്ര സ്റ്റഡീഡ് അല്ലാത്ത ഓർഗാനിസംസിൽ സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം ബീറ്റിൽസിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരുപാട് ക്ലാസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പം ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ബേർഡ്സ് എന്നൊക്കെ പറയുന്നത് വളരെ സ്റ്റഡീഡ് ആണ്, വളരെ പോപ്പുലർ ആണ്. തുമ്പിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. തുമ്പി, ബട്ടർഫ്ലൈ, ബേർഡ്സ് എന്നൊക്കെ പറയുന്നത് വളരെ പോപ്പുലർ ആണ്. ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന ഏരിയാസ് ആണ്. അങ്ങനെയുള്ളതിലെല്ലാം ശരിക്കും നമുക്ക് സ്പീഷീസ് ആയിട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം അവരത് പ്രത്യേകിച്ച് ഒരുപാട് പഠനം നടന്നിട്ടുള്ള ഏരിയാസ് ആണ്. പക്ഷെ ഐനാച്ചുറലിസ്റ്റിന്റെ പ്രത്യേകത വെച്ചാൽ അതിൽ നമുക്ക് എല്ലാ ഒബ്സർവേഷൻസും ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട്, എന്ത് ജീവിയുടെ ഒബ്സർവേഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് ജീവികൾ അതിൽ വരും. പക്ഷെ അതൊന്നും അത്ര വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ടാക്സുകളായിരിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ മിക്കവാറും ചിലതിൽ, ഇപ്പം താങ്കൾ ഇപ്പൊ പറഞ്ഞത് ജീനസ് ലെവൽ വരെ ഐഡിയ ആവുന്നതാണ്. ചിലതിലൊക്കെ പോയി കഴിഞ്ഞാൽ ജീനസും കിട്ടില്ല, ഫാമിലിയും ചിലപ്പോൾ ഓർഡറിലൊക്കെ തന്നെ കിടക്കുന്നുള്ളതുണ്ടാകും. കാര്യം സ്റ്റഡി നടന്നിട്ടില്ല. ഒന്നെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിലുള്ള സ്പീഷീസുകളുടെ സ്റ്റഡി നടക്കാത്തതായിരിക്കാം. ലോകത്തിന്റെ വേറെ ഭാഗങ്ങളിൽ റിസർച്ചേഴ്സ് ആ ഏരിയയൊക്കെ കവർ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ വെസ്റ്റേൺ ഗട്ട്സിലായാലും സ്റ്റഡി ഉണ്ടാവാത്ത ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അങ്ങനെയുള്ളത് ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ആ ഒബ്സർവേഷൻസ് ആണെങ്കിൽ ഇപ്പൊ ജീനസ് ലെവലിലാണെങ്കിൽ പോലും ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ശരിക്കും നമ്മുടെ ഒബ്സർവേഷൻ, ഐഡന്റിഫിക്കേഷൻ നമ്മളെ ശരിക്കും ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കും. നമുക്കിപ്പം ഇന്ന സ്പീഷീസ്, ഇപ്പൊ ജീനസ്, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ബട്ടർഫ്ലൈയുടെ ഒരു ജീനസ് തിരുമല എന്ന് പറയുന്ന ജീനസ് ആണ് എന്ന് നമുക്കറിയാം. അതായത് ബ്ലൂ ടൈഗർ, ഡാർക്ക് ബ്ലൂ ടൈഗർ എന്ന് പറയുന്ന 2 സ്പീഷീസുകളുള്ള ആ ജീനസ് ആണെന്ന് വിചാരിക്കാം. അപ്പം ജീനസ് ലെവൽ ഐഡന്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബ്ലൂ ടൈഗറിനെയും ഡാർക്ക് ബ്ലൂ ടൈഗറും മാത്രം നമുക്ക് ഒബ്സർവേഷൻ കിട്ടാം എന്നുള്ള രീതിയിൽ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. ഫിൽട്രേഷനിൽ മാത്രമാണ് ശരിക്കും സിറ്റിസൺ സയൻസ് ബേസിക്കലി നമുക്ക് ഐഡന്റിഫിക്കേഷൻ സഹായിക്കുന്നത് ബേസിക്കലി. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഒരു ഫിൽട്രേഷൻ ആണ്. പക്ഷെ ഒരു എക്സ്പേർട്ട് നോക്കുകയാണെങ്കിൽ, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ, ഇപ്പം താങ്കളുടെ ചോദ്യം അത് എങ്ങനെയാണ് സയന്റിഫിക്കലി നമുക്ക് ഉപയോഗപ്രദമാകുന്നുള്ള ചോദ്യമാണെങ്കിൽ, ഒരു എക്സ്പേർട്ട് നോക്കുകയാണെങ്കിൽ പുള്ളി ചിലപ്പം ജീനസ് ലെവലിലായിരിക്കും നോക്കുന്നത്. അപ്പൊ ജീനസ് ലെവലിൽ നോക്കുമ്പോൾ താങ്കൾ ജീനസ് ലെവലിലുള്ള ഒബ്സർവേഷൻസ് വരുന്നുണ്ടാവും. ചിലപ്പോൾ ആ ജീനസിൽ തന്നെ തെറ്റായ ഐഡിയ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ലെവലിൽ ആ ജീനസിൽ തന്നെ തെറ്റായിട്ടുള്ള ഒരു സ്പീഷീസ് ആയിട്ട് ഐഡന്റിഫൈ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് അതിൽ വരുന്നുണ്ടാവും. പക്ഷെ എക്സ്പെർട്ട് എന്നുള്ള നിലയ്ക്ക് പുള്ളിക്ക് അറിയാൻ സാധിക്കും അത് ഇന്ന സ്പീഷീസ് അല്ല എന്നുള്ളത്. അതല്ല എങ്കിൽ പോലും പ്രിലിമിനറി ലൈൻ ഓഫ് എവിഡൻസ് ആയിട്ട് ഇന്ന ജീനസ്, ആ ജീനസിലുള്ള ഒരു ജീവി അവിടെ ഉണ്ട്, പുള്ളി ഉദ്ദേശിക്കുന്ന സ്പീഷീസ് ആയിരിക്കാം, പുള്ളി ഉദ്ദേശിക്കുന്ന സ്പീഷീസ് അല്ലായിരിക്കാം. അത്ര മാത്രമേ നമുക്ക് അവിടെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ ആ ജീനസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ ആ ജീനസിലുള്ള ജീവികൾ അവിടെ ഉണ്ട്
എന്നുള്ളതാണെങ്കിൽ ഓൾ ദിസ് ബേസിക്കലി ഡിപ്പെൻസ് ഓൺ യുവർ റിസർച്ച് ക്വസ്റ്റ്യൻ. എന്ത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. അപ്പം ഈ ജീനസ് ലെവൽ, സ്പീഷീസ് ലെവൽ ഒബ്സർവേഷൻ കൊണ്ട് മാത്രമല്ല ശരിക്കും റിസർച്ചിന് അല്ലെങ്കിൽ റിസർച്ച് വാല്യൂ ഉള്ളത്. ജീനസ് ലെവലിലും ഫാമിലി ലെവലിലും എല്ലാം എന്താണ് ഒബ്സർവേഷൻസ് റിസർച്ച് വാല്യൂ ഉണ്ട്. ഞാൻ പറയാത്ത റെക്കോർഡുണ്ട്, അത് കഴിഞ്ഞ CNC ആണ് എന്റെ ഓർമ്മ. എന്റെ ഒരു ഫ്രണ്ട് പോളിന്റെ ഒരു ഫ്ലൈയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, മെഗാപാല എന്ന് പറയുന്ന ഫ്ലൈ ആണ് ശരിക്കും. അപ്പം അത് സ്പീഷീസ് ലെവലിൽ ഒബ്സർവ് ചെയ്ത് സ്പീഷീസ് ലെവൽ ഐഡന്റിഫിക്കേഷൻ അല്ല അതിനുള്ളത്. പക്ഷേ ആ മെഗാപാല എന്ന് പറയുന്ന ജീനസും ഇന്ത്യയിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, ആ ഫാമിലി ഇന്ത്യയിൽ റെക്കോർഡഡ് അല്ല. അപ്പോൾ ആ തരത്തിൽ ഫാമിലിയുടെ പുതിയ റെക്കോർഡ്സും ജീനസിന്റെ പുതിയ റെക്കോർഡ്സും എല്ലാം സാധ്യമാണ്. സ്പീഷീസ് ലെവലിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ സ്പീഷീസ് എന്ന് പറയുന്നത് ആക്സിയോമാറ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ സ്പീഷീസ് ലെവലിൽ മാത്രമല്ല ടാക്സോണമിയിലെ എല്ലാ റിസർച്ചും അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എല്ലാ റിസർച്ചും നടക്കുന്നത്. പല ലെവൽസിൽ നടക്കാം, അതിൽ എല്ലാത്തിലും സിറ്റിസൺ സയൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ. സാർ ഇപ്പൊ ഈ പറഞ്ഞ ഇതേ സെയിം സംഭവം തന്നെ എനിക്കും വന്നിരുന്നു, നമ്മുടെ തിരുമല സ്പീഷീസ് ഇല്ലേ. ഇത് വീട്ടില് മറ്റേ ഇവിടെ റാറ്റിൽ ബോർഡ്സ് ഉണ്ട്, ചെടിയുണ്ട്. അപ്പോ അതില് ഒരേ ഫോട്ടോയില് തന്നെ ഇത് രണ്ട് സെയിം സംഭവം വന്നിരുന്നു. അപ്പൊ ഞാനത് ജീനസ് ലെവലാണ് ചെയ്തിരുന്നത്. ഓക്കെ. എന്നിട്ട് അതില് കമന്റ് വന്നു ഈ പറഞ്ഞ പോലെ. അതെ സാറ് പറഞ്ഞ എക്സാക്ട് അതുപോലെ തന്നെ വന്നു. ഏതോ എക്സ്പേർട്സ് വേറെ ഏതോ ആരോ വന്ന് ഈ പറഞ്ഞ പോലെ മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ. താങ്ക് യു. ഹലോ. ചോദിച്ചോളൂ. ഞാനൊരു ഹയർ സെക്കൻഡറി ടീച്ചറാണ്, സുവോളജിയാണ് എന്റെ സബ്ജക്ട്. അപ്പോ ഈ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് മിനി പ്രൊജക്ട് പോലെ ചെയ്യാൻ പ്രോജക്ട്സ് ചെയ്ത്, എസ്പെഷ്യലി ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസ് ചെയ്ത് അതിനെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, അതായത് അവർക്ക് അതിന് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഏതാണെന്നൊന്ന് പറയാൻ പറ്റുമോ സർ? അത് ബേസിക്കലി നമ്മുടെ ഐനാച്ചുറലിസ്റ്റ് അതിന് വളരെ വളരെ യൂസ്ഫുൾ ആണ്. ഒരുപാട് സ്കൂളുകൾ ചെയ്യുന്നുണ്ട്, അതാണ് അതിന്റെ ഒരുപാട്. ഇപ്പം കേരളത്തിൽ അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് സ്കൂളുകളിലെ പ്രോജക്റ്റ് ആയിട്ട് ഹൈദരാബാദിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈദരാബാദിലുള്ള പല സ്കൂളുകളിൽ അവർ ഐനാച്ചുറലിസ്റ്റ് യൂസ് ചെയ്തിട്ട് അവരുടെ ക്യാമ്പസിലുള്ള എന്താണ് ബയോഡൈവേഴ്സിറ്റി മാത്രം കുട്ടികളെ കൊണ്ട് തന്നെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പ്രോജക്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഐനാച്ചുറലിസ്റ്റിൽ നമുക്ക് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഐനാച്ചുറലിസ്റ്റ് നമുക്ക് പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, ഇപ്പം ഏതെങ്കിലും ഒരു സ്കൂളിന്റെ ബയോഡൈവേഴ്സിറ്റി ആണ്, അപ്പം ബയോഡൈവേഴ്സിറ്റി ഓഫ് ദ സ്കൂൾ, സ്കൂളിന്റെ പേര് ബയോഡൈവേഴ്സിറ്റി ഓഫ് GHSS, ആ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ മാത്രമുള്ള ബയോഡൈവേഴ്സിറ്റി, അവിടെ കാണപ്പെടുന്ന എല്ലാ ജീവികളുടെ ഒരു റെക്കോർഡ് നമുക്ക് ഓൺലൈനായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൽ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിച്ചാൽ മതി. പരിശീലിപ്പിക്കാൻ ബേസിക്കലി ഐനാച്ചുറലിസ്റ്റ് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, വളരെ സിമ്പിൾ ആണ്. ഐനാച്ചുറലിസ്റ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ ബേസിക്കലി ഇമെയിൽ ID മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ ആർക്കും അക്കൗണ്ട് ഉണ്ടാക്കാം, ആർക്കും ഒബ്സർവേഷൻസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഐനാച്ചുറലിസ്റ്റിന്റെ പ്രത്യേകത. അപ്പം ഈ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു, എന്റെ അഭിപ്രായത്തിൽ ഐനാച്ചുറലിസ്റ്റ് ആണ് ശരിക്കും ഏറ്റവും ബെസ്റ്റ്. കാര്യം വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഒരു ആപ്പ് വെച്ച് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്ലാന്റ് ചെടിയാണെന്ന് അറിയാമെങ്കിൽ ചെടി പ്ലാന്റ്സ് എന്നുള്ള ID കൊടുത്തു കഴിഞ്ഞാൽ അത് ഡാറ്റാബേസിലേക്ക് പോവുകയും ആരെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ അതിൽ ID ആയിട്ട് ആഡ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഐനാച്ചുറലിസ്റ്റ്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ഇനിയും ചോദ്യങ്ങൾ, ആശയങ്ങൾ എന്തായാലും പങ്കുവയ്ക്കാനുണ്ടോ? നമുക്ക് അല്ലെങ്കിൽ സെഷൻ അവസാനിപ്പിക്കാം. സമയം ഉണ്ടെങ്കിൽ ആൾക്കാർ ചോദ്യം ചോദിക്കട്ടെ. അല്ലെ, നമ്മള് eBird എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി ആൾക്കാരുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വരുന്നു. ഇപ്പം ബേഡ് അറ്റ്ലസ് പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന കാരണം eBird വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹലോ,
കട്ടായി പോയി. കട്ടായിപ്പോയല്ലേ? സർ ഒന്നുകൂടെ പറയൂ. ഇല്ല, നമ്മുടെ ഇബേഡ് എന്ന് പറയുന്ന ഒരു ഇപ്പൊ കേൾക്കാം. സോഷ്യൽ പ്ലാറ്റ്ഫോം, അതിനകത്ത് ധാരാളം ആൾക്കാരുണ്ട്, അതിന് എഡിറ്റേഴ്സും ധാരാളം ഉണ്ട്. അപ്പം ഈ കേരള ബേഡ് അറ്റ്ലസ് പോലുള്ള സംഭവങ്ങളൊക്കെ ഇബേഡ് വഴി ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഐനാച്ചുറലിസ്റ്റ് വഴി നമ്മൾ അങ്ങനെയല്ല. ഐനാച്ചുറലിസ്റ്റ് മെയിൻലി ഫോർ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ മാത്രമല്ലേ ആൾക്കാർ യൂസ് ചെയ്യുന്നുള്ളൂ. അതെ. ശരിക്കും ഐനാച്ചുറലിസ്റ്റില് ഓർഗനൈസ്ഡ് ആയിട്ട് ഇപ്പം ഇബേർഡില് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബേർഡ് അറ്റ്ലസ് അല്ലെങ്കിൽ ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട് അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ്, അങ്ങനെയുള്ള ഒരുപാട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫേർട്സ് ഈ ബേർഡ്സിൽ ഒരുപാട് വരുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല്, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ബേർഡേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേർഡ് വാച്ചേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും മൊബിലൈസ് ചെയ്യാന്നുള്ളത് എളുപ്പമാണ്. പക്ഷെ ഐനാച്ചുറലിസ്റ്റിൽ നമുക്ക് അത്തരത്തിലൊരു സൗകര്യം റീജിയണലി അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്താൻ സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് അത്രയധികം ഒബ്സർവേഴ്സിന് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. എന്നാൽ പോലും കുറച്ച് എഫേർട്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ സിറ്റി നേച്ചർ ചാലഞ്ച് എന്ന് പറയുന്നത് ബേസിക്കലി ഐനാച്ചുറലിസ്റ്റില് അത്തരത്തിലുള്ള ഒരു എഫേർട്ടാണ്. അതാണ് സാറ് ചോദിച്ചത്, അതോ അതിനെ കുറിച്ചാണോ ചോദിച്ചത്? അതെ, ഞാൻ അതിനെ കുറിച്ചാണ് ചോദിച്ചത്. കാര്യം അതൊരു ഒരു സ്പെസിഫിക് ടാക്സാ മാത്രമാണ്. ബേർഡ് എന്ന് പറയുന്ന ടാക്സാ മാത്രമായതാണ് അവർക്ക് ഇക്കോളജിക്കൽ ആസ്പെക്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ജിയോഗ്രഫി, ആ സാധനങ്ങളിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ഐനാച്ചുറലിസ്റ്റിലേക്ക് വരുമ്പം ബേസിക്കലി സ്പീഷീസ് ലെവൽ ഐഡന്റിഫിക്കേഷൻ മാത്രമല്ല മെയിൻ ആയിട്ട് നോക്കുന്നത്. അതെ. അപ്പം ഐനാച്ചുറലിസ്റ്റിൽ ബേസിക്കലി ഒബ്സർവേഷൻസ് ആണ് മെയിൻ ആയിട്ട് അവർ സോഴ്സ് ചെയ്യുന്നത്. ആരായാലും സോഴ്സ് ചെയ്യുന്നത് ഒബ്സർവേഷൻസ് ആണ്. അപ്പം സ്പീഷീസ് ലെവൽ ഐഡന്റിഫിക്കേഷൻ എപ്പോഴും കിട്ടൂലല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫേർട്സ് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമുക്ക് കമ്മ്യൂണിറ്റീസ് ആണ് ബേസിക്കലി, കമ്മ്യൂണിറ്റീസ് വഴിയാണ് ബേസിക്കലി കേരളത്തിലുള്ള ഇബേർഡ്സിന്റെ എല്ലാ എഫേർട്സും വർക്ക് ചെയ്യുന്നത്. അത്തരത്തില് കുറച്ച് കമ്മ്യൂണിറ്റീസ് നമുക്ക് ഐനാറ്റിലും ഉണ്ട്. ഐനാറ്റ് കേരള എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റികളുണ്ട്. അതല്ലാതെ ഈ NGOs ഒരുപാടുണ്ട്. നമ്മുടെ ജിയോ എന്ന് പറഞ്ഞ NGO ഉണ്ട്, ഈ പറഞ്ഞ NGO ഉണ്ട്, എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമാനിറ്റി അല്ലേ, നിങ്ങളുടെ NGO ഉണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് NGOs ഉണ്ട്. ഇതെല്ലാം വഴി നമുക്ക് മൊബിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ടാക്സ് ആണ് വേണ്ടതെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് മൊബിലൈസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഐനാറ്റ് കമ്മ്യൂണിറ്റിയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒബ്സർവേഴ്സ് നമുക്ക് കുറച്ചെങ്കിലും ഉണ്ട്. ഈ ബേർഡിന്റെ അത്രയും ബേർഡേഴ്സ് ഇല്ലെങ്കിലും മിക്കവാറും ഉള്ള ഈ ബേർഡ് യൂസ് ചെയ്യുന്ന ആളുകളെല്ലാം ഒരു 60-70% പേര് ഐനാച്ചുറലിസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അവര് ബേർഡ്സ് എല്ലാം ഈ ബേർഡിൽ ഇടുകയും ഐനാച്ചുറലിസ്റ്റിൽ ബാക്കി കാണുന്ന എല്ലാം ഇടുകയും അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇത് മൊബിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് ശരിക്കും. അത്തരത്തിലൊരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പൈലറ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് മൊബിലൈസ് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ. സോ നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഏകദേശം എല്ലാവരും പങ്കുവച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിലേക്ക് കടക്കാം. സെഷന്റെ വോട്ട് ഓഫ് താങ്ക്സ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഡോക്ടർ പ്രശാന്ത് നാരായണൻ അവരുകളെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ സിറ്റിസൺ സയൻസുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു, ഒരു ടോക്ക് കേൾക്കുന്നത്. വളരെ നന്നായിരുന്നു പ്രണബ് ചന്ദ്രബോസിന്റെ സ്പീച്ച്. അപ്പോൾ കുറെ കാര്യങ്ങൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഈ എല്ലാത്തിനും സിറ്റിസൺ സയൻസിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, ട്രഡീഷണൽ സയൻസിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ സിറ്റിസൺ സയൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത് കാരണം ട്രഡീഷണൽ സയൻസിന്റെ ഹൊറൈസൺ കുറേം കൂടെ ബിഗർ ആക്കാൻ പറ്റിയിട്ടുണ്ട്. കാര്യം ഇപ്പൊ തന്നെ അദ്ദേഹം തന്നെ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. നമുക്ക് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന സിറ്റിസൺ സയൻസ് അപ്ലോഡ് ചെയ്യപ്പെടുന്ന പല സ്പീഷീസുകളുടെയും ഫോട്ടോ വെച്ചിട്ടും ഒക്കെ നമുക്ക് ഇതുവരെ എക്സ്റ്റിങ്ക്ട് ആയെന്ന് കരുതിയിരുന്ന പല സ്പീഷീസുകളെയും കണ്ടെത്താൻ പറ്റും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ആക്റ്റീവായിട്ട് ടാക്സോണമി ഒക്കെ ചെയ്യുന്നവർക്ക് ഇതേപോലെയുള്ള പല സ്പീഷീസുകൾ ഈ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ട് എന്നറിയാനും അതേ കേന്ദ്രീകരിച്ച്, ഇപ്പം ഞാൻ അരുണാചൽ പ്രദേശിൽ നിന്ന് ഉള്ള ഞാൻ റീസെന്റ് ഒരു യൂട്യൂബിൽ ഒരു വെബ്സൈറ്റ് കണ്ടപ്പോൾ ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ള സ്പീഷീസ് എന്നും പറഞ്ഞു ഓൾ ഓവർ നേച്ചർ എന്നും പറഞ്ഞൊരു സൈറ്റ്. അതിൽ അവരിങ്ങനെ പറയുന്നുണ്ട്,
നമ്മുടെ കോവിഡ് കാലത്ത് അരുണാചൽ പ്രദേശിലോ ഹിമാലയത്തിലെ ഏതോ ഭാഗത്തു നിന്ന് ഒരു ഫോട്ടോ, ഒരു പാമ്പിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് പിന്നെ അത് കണ്ടിട്ട് നമ്മുടെ തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ടാക്സോണമിസ്റ്റുകൾ അവിടെ പോയി ആ സ്പീഷീസിനെ കണ്ടെത്തി അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. കാര്യം അതിൽ നിന്നാണ്, അങ്ങനെ ഒരു സ്പീഷീസ് അവിടെ ഇല്ലായിരുന്നു. അപ്പം ഇതിൽ നിന്ന് കിട്ടിയത് ഐനാച്ചുറലിസ്റ്റ് വഴി കിട്ടിയ ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാട്ടോ അങ്ങനെയുള്ള ഒരു കുറെ പോസിറ്റീവ് ആസ്പെക്ട് ഇതിനകത്തുണ്ട്. പിന്നെ വേറെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെയൊക്കെ ടാക്സോണമി ചെയ്യുന്നവർക്ക് അവരുടേതായ വർക്കുകൾ ധാരാളം കാണും. അതിനിടയിൽ ഈ പറയുന്ന പോലെ ഐനാച്ചുറലിസ്റ്റുകളിൽ വന്ന് നോക്കുക എന്ന് വെച്ചാൽ അത് വേറൊരു ഹെക്ടിക് ടാസ്ക് ആണ്. എന്നിരുന്നാലും നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് നമ്മളുടെ കണ്ടെത്തലുകൾ എത്തിക്കുന്നതിന് ഈ പറയുന്ന സിറ്റിസൺ പ്ലാറ്റ്ഫോമുകൾ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്കായി പ്രണവ് ചന്ദ്ര ബോസ് നല്ലൊരു പ്രസന്റേഷൻ കാഴ്ച വെച്ചതിന് അദ്ദേഹത്തിന് ഈ എൻജിഒയുടെ പേരിലുള്ള എല്ലാവിധ ഭാവങ്ങളും ആശംസകളും താങ്ക്സും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത ദിവസം കണ്ടുമുട്ടാം. താങ്ക് യു.